ഓക്കെ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. സോഡിയാക് PSC അക്കാദമിയുടെ ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമ്മൾ ഇന്നും IT ആൻഡ് സൈബർ ലോ എന്ന സെക്ഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആരെങ്കിലും ലൈവിലുണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പതിയെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇന്നലെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിയാലോ? എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഇന്നലെ പഠിച്ചത്? ഒന്ന് പറയാൻ ശ്രമിക്കാമോ? എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്? ഇന്നലെ നമ്മൾ പഠിച്ചത് നെറ്റ്വർക്കിംഗ് ആയിരുന്നു അല്ലേ? കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് ആയിരുന്നു ഇന്നലെ പഠിച്ചത്. ഓക്കെ, ഇന്നലത്തെ ക്ലാസ്സിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് എന്തായിരുന്നു പഠിച്ചത്? എന്താണ് നെറ്റ്വർക്ക് എന്ന് പഠിച്ചു അല്ലേ? എന്തായിരുന്നു നെറ്റ്വർക്ക്? ഒന്നോ അതിലധികമോ ഡിവൈസുകളെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് കണക്ട് ചെയ്യുന്നതിന് നമ്മൾ നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞു അല്ലേ? അതിലുള്ള പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ ഡിവൈസിനെ നമ്മൾ നോഡെന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു. ടൈപ്സ് ഓഫ് നെറ്റ്വർക്കുകൾ പഠിച്ചിരുന്നു. ഏതൊക്കെയാണ്? ലാൻ, വാൻ, മാൻ, ദെൻ പാൻ. ഓക്കെ, അങ്ങനെയുള്ള ടൈപ്സ് ഓഫ് നെറ്റ്വർക്കുകൾ പഠിച്ചു. പിന്നെ നെറ്റ്വർക്ക് ടോപ്പോളജീസ് പഠിച്ചു അല്ലേ? അതായത് ഒരു നെറ്റ്വർക്കിൽ നോഡുകളെ അറേഞ്ച് ചെയ്യുന്ന ആ മെത്തേഡിന് നമ്മൾ ടോപ്പോളജി എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ 5 ടോപ്പോളജീസ് പഠിച്ചു. ബസ്, റിംഗ്, സ്റ്റാർ, ട്രീ ആൻഡ് മെഷ് ടോപ്പോളജി. ഇത്രയും ടോപ്പോളജീസ് പഠിച്ചിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ വേറെന്താണ് പഠിച്ചത്? ട്രാൻസ്മിഷൻ മോഡുകൾ പഠിച്ചു അല്ലേ? ഒരു 2 നോഡുകൾ തമ്മിൽ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ദ വേ ഓഫ് ട്രാൻസ്ഫറിങ് ഡേറ്റ ബിറ്റ്വീൻ 2 നോഡ്സ് ഇൻ എ കമ്പ്യൂട്ടർ അല്ലേ? ഒരു 2 നോഡുകൾ തമ്മിലുള്ള ഡേറ്റ ട്രാൻസ്മിഷൻ്റെ അതിന് നമ്മൾ ട്രാൻസ്മിഷൻ മോഡെന്ന് പറഞ്ഞു. അത് 3 ടൈപ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. സിംപ്ലെക്സ് മോഡ്, ഹാഫ് ഡ്യൂപ്ലെക്സ് ആൻഡ് ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ്. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രാൻസ്മിഷൻ മോഡുകൾ പഠിച്ചു. പിന്നെ നമ്മൾ നെറ്റ്വർക്കിങ്ങിൽ ഡേറ്റ ട്രാൻസ്ഫറിങ്ങിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ സെറ്റ് ഓഫ് ഡിവൈസുകൾ അല്ലേ? നെറ്റ്വർക്കിംഗ് ഡിവൈസുകൾ ഏതൊക്കെയായിരുന്നു പഠിച്ചത്? മോഡം പഠിച്ചു, സ്വിച്ച്, റൂട്ടർ, ബ്രിഡ്ജ്, ദെൻ റിപ്പീറ്റർ, ഓക്കെ, ISP, ഇങ്ങനെ കുറേ നെറ്റ്വർക്കിംഗ് ഡിവൈസുകൾ പഠിച്ചു. ഓക്കെ, ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അതുപോലെ തന്നെ വേറെ 2 ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സെർച്ച് എൻജിൻസ്, വെബ് ബ്രൗസേഴ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് റിപ്പീറ്റ് ചെയ്തൊക്കെ ചോദിച്ച 2 പാർട്ടാണ് സെർച്ച് എൻജിൻസും വെബ് ബ്രൗസറും. ഓക്കെ, അപ്പം സെർച്ച് എൻജിൻ എന്താണ്? വെബ് ബ്രൗസർ എന്താണ്? ആദ്യത്തെ സെർച്ച് എൻജിൻ, ആദ്യത്തെ വെബ് ബ്രൗസർ. ഓക്കെ, പിന്നെ കുറച്ച് എക്സാമ്പിൾസ് കോമൺ ആയിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കുന്ന വെബ് ബ്രൗസേഴ്സിൻ്റെയും സെർച്ച് എൻജിൻസിൻ്റെയും ഒക്കെ കുറച്ച് എക്സാമ്പിൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ, നെറ്റ്വർക്കിൻ്റെ കുറച്ച് പോർഷൻസും കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും ഓക്കെ ആണല്ലോ? ഓക്കെ, നമ്മൾ ഇന്നലെ ഇൻ്റർനെറ്റ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇൻ്റർനെറ്റ് എന്തായിരുന്നു? ഇൻ്റർനെറ്റ് എന്തിന് എക്സാമ്പിളാണ്? ഓക്കെ, വൺ ഓഫ് ദി മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് അല്ലേ? മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ലാർജസ്റ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആയിരുന്നു ഏത്? ഇൻ്റർനെറ്റ്. ഒക്കെ ലാർജസ്റ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് ഇന്റർനെറ്റ് എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇറ്റ് ഈസ് എ വേൾഡ് വൈഡ് നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, ഇറ്റ് ഈസ് എ വേൾഡ് വൈഡ് നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. എന്താണ് ഇന്റർനെറ്റ്? ഇറ്റ് ഈസ് എ വേൾഡ് വൈഡ് നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. അതായത് തൗസൻഡ്സ് ഓഫ് നെറ്റ്വർക്കുകളെ, ചെറിയ തൗസൻഡ്സ് ഓഫ് നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്ത് ഫോം ചെയ്തിട്ടുള്ള ഒരു ലാർജ് നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇന്റർനെറ്റ് എന്ന് പറയുക. ഓക്കെ, ഇറ്റ് ഈസ് എ വേൾഡ് വൈഡ് നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നെറ്റ്വർക്ക് വിച്ച് ഈസ് നോൺ ആസ് ഇന്റർനാഷണൽ നെറ്റ്വർക്ക്. ഒക്കെ ഇന്റർനാഷണൽ നെറ്റ്വർക്കാണ്, അതുകൊണ്ടാണ് ഇത് നമ്മൾ ഇന്റർനെറ്റ് എന്ന് പറയുക. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഇന്റർനാഷണൽ നെറ്റ്വർക്ക്. ഇറ്റ് ഈസ് ആൻ ഇന്റർനാഷണൽ നെറ്റ്വർക്ക്. ഇറ്റ് ഈസ് എ വേൾഡ് വൈഡ് നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഇതെല്ലാം എന്താണ്? ഇന്റർനെറ്റ് ആണ്. ഓക്കെ, ഇന്റർനെറ്റിന്റെ ഫാദർ ആരാന്ന് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണ് ഇന്റർനെറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? കുറച്ച് പേര് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹു ഇസ് ദ ഫാദർ ഓഫ് ഇന്റർനെറ്റ്? ഓക്കെ, വിൻഡൻ സർഫ് അല്ലേ? വിൻഡൻ സർഫ് ആണ് ഫാദർ ഓഫ് ഇന്റർനെറ്റ്. ഓക്കെ, ആരാണ്? വിൻഡൻ സർഫ്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വേൾഡ് വൈഡ് നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, നെറ്റ്വർക്ക് വിച്ച് ഈസ് നോൺ ആസ് ഇന്റർനാഷണൽ നെറ്റ്വർക്ക്. ഓക്കെ, അതുപോലെ തന്നെ ഫാദർ ഓഫ് ഇന്റർനെറ്റ് എന്നറിയപ്പെടുന്ന ആരാണ്? വിൻഡൻ സർഫ്. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ? ഇന്നലെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്.
Okay, wind and surf. Okay, father of network, wind and surf. Okay, ബ്ലാക്കിൽ എഴുതാം, ഇതാണ് കുറച്ചുകൂടെ ക്ലിയർ ആവുക. വിൻഡ് ആൻഡ് സർഫ്. ഓക്കെ, ആരാണ് വിൻഡ് ആൻഡ് സർഫ്? ഫാദർ ഓഫ് ഇന്റർനെറ്റ്. ഫാദർ ഓഫ് ഇന്റർനെറ്റ് ആണ് വിൻഡ് ആൻഡ് സർഫ്. അപ്പോൾ ടിം ബെർണേഴ്സ്ലി ആരായിരുന്നു? ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ 2 കാര്യങ്ങൾ ടിം ബെർണേഴ്സ്ലിയെ പറ്റി പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ്? ഓക്കെ, ഫാദർ ഓഫ് വേൾഡ് വൈഡ് വെബ് അല്ലേ? ഫാദർ ഓഫ് വേൾഡ് വൈഡ് വെബ് ടിം ബെർണേഴ്സ്ലി ആണ്. അതുപോലെ തന്നെ നമ്മളൊരു വെബ് ബ്രൗസർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ടിം ബെർണേഴ്സ്ലി അല്ലേ? നെക്സസ് എന്ന ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസർ ആണ് ഏത്? നെക്സസ് അല്ലേ? ഈ നെക്സസ് ഡെവലപ്പ് ചെയ്തതും ആര് തന്നെയാണ്? ടിം ബെർണേഴ്സ്ലി തന്നെയാണ് നെക്സസ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ഓർത്തിരിക്കുക, ഫാദർ ഓഫ് ഇന്റർനെറ്റ്, വിൻഡ് ആൻഡ് സർഫ്. ഓക്കെ, അപ്പം ഇനി നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ വേൾഡ് വൈഡ് നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു. ഇനി ഇന്റർനെറ്റിന്റെ ആദ്യകാല രൂപം എന്നറിയപ്പെടുന്നത് അർപ്പാനെറ്റ് ആണ്. എന്താണ്? അർപ്പാനെറ്റ്. ഓക്കെ, ഇന്റർനെറ്റിന്റെ ആദ്യകാല രൂപം. ഓക്കെ, ഇന്റർനെറ്റിന്റെ ആദ്യകാല രൂപം എന്നറിയപ്പെടുന്നതാണ് അർപ്പാനെറ്റ്. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അർപ്പാനെറ്റ്. ഓക്കെ, ഇന്റർനെറ്റിന്റെ ആദ്യകാല രൂപം എന്നറിയപ്പെടുന്നതാണ് അർപ്പാനെറ്റ്. ഓക്കെ, അർപ്പാനെറ്റ് എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്കാണ്. അതായത് അമേരിക്കൻ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടി ഫോം ചെയ്ത ഒരു നെറ്റ്വർക്കാണ് അർപ്പാനെറ്റ്. ഓക്കെ, അമേരിക്കയിലെ എന്താണ് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ്, അമേരിക്കൻ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ മിലിറ്ററി ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഡിഫൻസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫോം ചെയ്ത ഒരു നെറ്റ്വർക്കാണ് അർപ്പാനെറ്റ്. ഇതാണ് ഇന്റർനെറ്റിന്റെ ആദ്യകാല രൂപം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ അർപ്പാനെറ്റിന്റെ ഫുൾ ഫോം നമ്മൾ പഠിച്ചിരിക്കുക. അർപ്പാനെറ്റിന്റെ എക്സ്പാൻഷൻ എന്താണെന്ന് നമ്മൾ പഠിക്കണം. എന്തായിരിക്കും അർപ്പാനെറ്റിന്റെ എക്സ്പാൻഷൻ? അഡ്വാൻസ്ഡ് advanced research project agency network. ഓക്കെ, എന്താണ് അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി, ഇത് NET നെറ്റ്വർക്ക്. ഓക്കെ, അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി നെറ്റ്വർക്ക്. ആരെങ്കിലും ഫുൾ ഫോം പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, മുമ്പത്തെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി നെറ്റ്വർക്ക്. അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി നെറ്റ്വർക്ക്. ഇതാണ് എന്ത്? അർപ്പാനെറ്റ്. ഓർത്തിരിക്കുക, അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി നെറ്റ്വർക്ക്. അർപ്പാനെറ്റിന്റെ ഫുൾ ഫോം മറന്നു പോകരുത്. അഡ്വാൻസ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി നെറ്റ്വർക്ക്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഇന്റർനെറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക്. അപ്പോൾ അർപ്പാനെറ്റ് എന്തായിരുന്നു? ഇന്റർനെറ്റിന്റെ ആദ്യകാല രൂപം എന്നറിയപ്പെടുന്നതായിരുന്നു അർപ്പാനെറ്റ് അല്ലെ? ഇന്റർനെറ്റിന്റെ ആദ്യകാല രൂപം എന്നറിയപ്പെടുന്നതായിരുന്നു അർപ്പാനെറ്റ്. ഓക്കെ, അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി നെറ്റ്വർക്ക്. ഓക്കെ, ഇനി ദ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ഓഫ് ഇന്റർനെറ്റ് ഈസ് TCP/IP. ഓക്കെ, അതായത് ഇന്റർനെറ്റിൽ യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ആണ് TCP/IP പ്രോട്ടോകോൾ. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ദ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ യൂസ്ഡ് ഇൻ ഇന്റർനെറ്റ് TCP/IP. വേറെയുള്ള പ്രോട്ടോകോൾസും യൂസ് ചെയ്യുന്നില്ല എന്നല്ല, ഏറ്റവും മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് TCP/IP പ്രോട്ടോകോൾ. ഓക്കെ, ഈ TCP എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ എന്നാണ്. IP ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. അപ്പം 2 പ്രോട്ടോകോളിന്റെ കോമ്പിനേഷൻ ഉണ്ട്. ഇതൊരു പ്രോട്ടോകോൾ സ്യൂട്ടാണ്. TCP/IP പ്രോട്ടോകോൾ സ്യൂട്ട് എന്നാണ് പറയുക. 2 പ്രോട്ടോകോൾസിന്റെ കോമ്പിനേഷനാണ്. TCP എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, IP എന്ന് പറയുന്നത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുന്ന ഒരു പ്രോട്ടോകോൾ സ്യൂട്ടാണ് നമ്മൾ ഇന്റർനെറ്റിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുക. അതാണ് TCP/IP പ്രോട്ടോകോൾ സ്യൂട്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രോട്ടോകോൾസ് എന്താണെന്ന് ഇനി പഠിക്കുന്നുണ്ട്. അപ്പോൾ പ്രോട്ടോകോൾസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പ്രോട്ടോകോൾ എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് റൂൾസ് ആണ് അല്ലേ? പ്രോട്ടോകോൾസ് എന്താണ്? സെറ്റ് ഓഫ് റൂൾസ് ആണ്. അപ്പം ഈ നെറ്റ്വർക്കിങ്ങിൽ ഡേറ്റ ട്രാൻസ്മിഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് എന്ന് പറയുക. നെറ്റ്വർക്കിങ്ങിൽ ഡേറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടി അല്ല ഡേറ്റ ട്രാൻസ്മിഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് എന്ന് പറയുക.
അതിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്രോട്ടോക്കോൾ ആണ് TCP/IP. ഓക്കെ, TCP എന്ന് പറയുമ്പോൾ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, IP എന്താണ്, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. ഈ ഫുൾ ഫോമുകൾ പഠിച്ചിരിക്കുക, കാരണം എല്ലാ എക്സാമിനും തന്നെ ചോദിക്കുന്ന ഒരു മാർക്കിനെങ്കിലും എല്ലാ IT-യുടെ എക്സാമിനും IT-യുടെ സെക്ഷനിൽ നിന്ന് 1 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മിനിമം 1 മാർക്കിനെങ്കിലും എക്സ്പാൻഷൻ ചോദിക്കാറുണ്ട് അല്ലേ, ഓരോ ഇതിൻ്റെ എക്സ്പാൻഷൻ ചോദിക്കാറുണ്ട്. അപ്പം എന്താണ് എക്സ്പാൻഷൻ പഠിച്ചിരിക്കുക. TCP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ. IP എന്താണ്, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. ഓക്കെ, ഇനി TCP/IP ഈസ് എ കണക്ഷൻ ഓറിയൻറ്റഡ് റിലയബിൾ പ്രോട്ടോക്കോൾ. TCP/IP ഈസ് എ കണക്ഷൻ ഓറിയൻറ്റഡ് റിലയബിൾ പ്രോട്ടോക്കോൾ ആണ്. അതെന്താ നമുക്ക് വഴിയെ പറയാം. അതായത് ഇത്രയും ജസ്റ്റ് അറിഞ്ഞിരിക്കുക, TCP/IP പ്രോട്ടോക്കോൾ ഇൻ്റർനെറ്റിൽ യൂസ് ചെയ്യാനായിട്ട് മെയിനായിട്ടുള്ള കാരണം ഇതൊരു കണക്ഷൻ ഓറിയൻറ്റഡ് ആണ്. അതായത് സെൻറ്ററിൽ നിന്ന് നമ്മൾ റിസീവറിലേക്ക് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, സെൻറ്റർ റിസീവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, ഒരു കണക്ഷൻ പാത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഡേറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് സെൻറ്ററും റിസീവറും തമ്മിൽ ഒരു കണക്ഷൻ പാത്ത് ആദ്യം തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യും. എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ഡേറ്റ സെൻഡ് ചെയ്യും. അപ്പോൾ കറക്റ്റായിട്ട് ഡേറ്റ റിസീവറിൽ എത്തി എന്നുള്ള കാര്യം സെൻറ്റർ കൺഫേം ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ളൊരു ട്രാൻസ്മിഷനാണ് TCP/IP നടക്കുക. അതുകൊണ്ട് ഇറ്റ് ഈസ് എ കണക്ഷൻ ഓറിയൻറ്റഡ് റിലയബിൾ പ്രോട്ടോക്കോൾ. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇൻ്റർനെറ്റിനെ പഠിച്ചു ഓർത്തിരിക്കുക. ഒന്ന്, ഇൻ്റർനെറ്റ് എന്താണ്, ഇറ്റ് ഈസ് എ വേൾഡ് വൈഡ് നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ് അല്ലേ, വേൾഡ് വൈഡ് നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, ബിഗ്ഗസ്റ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് ഇത് ഇൻ്റർനെറ്റ്. ഓക്കെ, ബിഗ്ഗസ്റ്റ് wide area network ആണ് internet. Okay, network which is known as international network. Okay, then father of internet Wyndham Cerf. Okay, then നമ്മൾ പറഞ്ഞു ഇന്റർനെറ്റിന്റെ ആദ്യകാല രൂപം എന്തായിരുന്നു, അർപ്പാനെറ്റ്. എന്താണ്, അർപ്പാനെറ്റ്. ഇന്റർനെറ്റിന്റെ ആദ്യകാല രൂപമാണ് അർപ്പാനെറ്റ്. ഫുൾ ഫോം എന്താണ്, അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി നെറ്റ്വർക്ക്. ഓക്കെ, അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി നെറ്റ്വർക്ക്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ 2 കാര്യങ്ങൾ പ്രോട്ടോക്കോളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്റർനെറ്റിൽ ഏറ്റവും മെയിനായിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ ആണ് TCP/IP പ്രോട്ടോക്കോൾ അല്ലേ. ദ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ ഓഫ് ഇന്റർനെറ്റ് ഈസ് TCP/IP പ്രോട്ടോക്കോൾ ആൻഡ് TCP/IP ഈസ് എ കണക്ഷൻ ഓറിയൻറ്റഡ് ആൻഡ് റിലയബിൾ പ്രോട്ടോക്കോൾ. ഓക്കെ ആണല്ലോ ഇത്തരം കാര്യങ്ങൾ. ഓക്കെ, ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് നെറ്റ്വർക്കിംഗ് മോഡൽസ്. എന്താണ് നെറ്റ്വർക്കിംഗ് മോഡൽസ്? ഓക്കെ, നിങ്ങൾ അധികം ആരും കേട്ടിട്ട് കാണത്തില്ല നെറ്റ്വർക്കിംഗ് മോഡൽസ്. ഓക്കെ, എന്തായിരിക്കും ഈ നെറ്റ്വർക്കിംഗ് മോഡൽസ്? ഓക്കെ, ജസ്റ്റ് നോക്കുക. ദ നെറ്റ്വർക്കിംഗ് മോഡൽ ഡിസ്ക്രൈബ്സ് the architecture, components and design used to establish communication between the source and destination systems. Okay, എന്താണ് നമ്മുടെ ഒരു ഡേറ്റ ട്രാൻസ്മിഷൻ നെറ്റ്വർക്കിങ്ങിൽ നടക്കുന്ന സമയത്ത് സോഴ്സ് ഡെസ്റ്റിനേഷനിലേക്കാണല്ലേ, സോഴ്സ് ടു ഡെസ്റ്റിനേഷനാണ് ഡേറ്റ ട്രാൻസ്മിഷൻ നടക്കുക. ആ ഡേറ്റ ട്രാൻസ്മിഷൻ നടക്കണമെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സിങ് അതിനിടയിൽ നടക്കാറുണ്ട്. അതൊരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡേറ്റയെ ഒക്കെ ബിറ്റ്സ് ആകാം, ബിറ്റ്സിനെ കമ്പൈൻ ചെയ്ത് ഫ്രെയിംസ് ആക്കുന്നു, ഫ്രെയിംസിനെ പാക്കറ്റ്സ് ആക്കുന്നു, അതുപോലെ തന്നെ ഡേറ്റയെ എൻകോഡ് ചെയ്ത് ഡീകോഡിങ് ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് ഒരു സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് ഡേറ്റ ട്രാൻസ്മിഷൻ നടക്കുമ്പം ഇങ്ങനെയുള്ള പ്രോസസ്സുകളൊക്കെ ഇതിനിടയിൽ വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിനെ പല ലെയറുകളായിട്ടാണ് ഡിവൈഡ് ചെയ്യുക. ഓരോ ലെയറിലും ഓരോ പ്രോസസ്സായിരിക്കും നടക്കുക. ഇങ്ങനെയുള്ള ആ നെറ്റ്വർക്കിൻ്റെ ആ പ്രോസസ്സുകളെ പല ലെയറുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നെറ്റ്വർക്കിംഗ് മോഡൽസ് എന്ന് പറയുക. അപ്പം നെറ്റ്വർക്കിങ്ങിൽ ഡേറ്റ ട്രാൻസ്മിഷന് വേണ്ടി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡേറ്റ ട്രാൻസ്മിഷൻ നടക്കുന്ന സമയത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സുകൾ നടന്നിട്ടാണ് ഒരു ഡേറ്റ ട്രാൻസ്മിഷൻ സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുക. ആ നടക്കുന്ന പ്രോസസ്സുകളെ ഓരോ ലെയറിലും ഓരോ പ്രോസസ്സുകളായിട്ട് എന്ത് ചെയ്തു, അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഓക്കെ, പ്രോസസ്സിങ് ഈസി ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ കറക്റ്റായിട്ട് എഫിഷ്യൻ്റായിട്ട് ട്രാൻസ്മിഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഓരോ ലെയറിലും ഓരോ പ്രോസസ്സുകൾ നടക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക, നെറ്റ്വർക്കിംഗ് മോഡൽ എന്ന് പറയുക. ഒന്നുകൂടെ ഓർത്തിരിക്കുക, നെറ്റ്വർക്കിംഗ് മോഡൽ ഡിസ്ക്രൈബ്സ് ദ ആർക്കിടെക്ചർ, കമ്പോണൻസ് ആൻഡ് ഡിസൈൻ യൂസ്ഡ് ടു എസ്റ്റാബ്ലിഷ് എ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദി സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ സിസ്റ്റംസ് അല്ലേ. സോഴ്സും ഡെസ്റ്റിനേഷനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇടയിൽ നടക്കുന്ന ആർക്കിടെക്ചർ,
ഡിസൈൻ, ഇതെല്ലാം വരുന്നതാണ്. ഇത് അതിൻ്റെ ഒരു കമ്പോണൻസ് ഇതെല്ലാം കൂടി ചേർന്ന് വരുന്നതാണ് നെറ്റ്വർക്കിംഗ് മോഡൽസ് എന്ന് പറയുക. ഓക്കെ, നമ്മൾ മെയിനായിട്ട് 2 ടൈപ്പ് നെറ്റ്വർക്കിംഗ് മോഡലുകളാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഒന്ന് ഫസ്റ്റ് വണ്ണാണ് OSI മോഡൽ. ഓക്കെ, എന്താണ് OSI മോഡൽ? ഓക്കെ, ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ, ഫുൾ ഫോം പഠിച്ചിരിക്കുക. ഫസ്റ്റ് നെറ്റ്വർക്കിംഗ് മോഡലാണ് OSI മോഡൽ, ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ മോഡൽ. എന്താണ് ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ മോഡൽ? ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ മോഡൽ. ദെൻ സെക്കൻഡ് വണ്ണാണ്, നമ്മളിപ്പോൾ ഒരു പ്രോട്ടോകോൾ പഠിച്ചായിരുന്നു അല്ലെ, TCP/IP ഒരു പ്രോട്ടോകോൾ പഠിച്ചു. അതുപോലെ തന്നെ TCP/IP മോഡൽ. ഓക്കെ, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ബാർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ മോഡൽ. എളുപ്പത്തിൽ ഇങ്ങനെ പറയാം, TCP/IP മോഡൽ. ഓക്കെ, TCP/IP മോഡൽ. ഇത് രണ്ടാണ് നമ്മൾ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കിംഗ് മോഡൽസ്. ഏതൊക്കെയാണ്? OSI മോഡൽ, ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ മോഡൽ. എന്താണ് ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ മോഡൽ. രണ്ടാമത്തേതാണ് TCP/IP മോഡൽ. TCPയുടെ ഫുൾ ഫോം അറിയാലോ, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ബാർ IP ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. അപ്പോൾ TCP/IP മോഡൽ. ഈ 2 മോഡലുകളാണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുക? നെറ്റ്വർക്കിങ്ങിൽ ഡേറ്റ ട്രാൻസ്മിഷൻ്റെ സമയത്ത് യൂസ് ചെയ്യുന്ന 2 ടൈപ്പ് ഓഫ് നെറ്റ്വർക്കിംഗ് മോഡൽസ് ആണ് OSI മോഡൽ ആൻഡ് TCP/IP മോഡൽ. ഓക്കെ, ഇതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെയേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് അതിൻ്റെ ലെയേഴ്സ് എന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നു OSI മോഡൽ. ഓക്കെ, ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ മോഡൽ. ഓക്കെ, ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ മോഡൽ. ഓക്കെ, OSI stands for Open System Interconnection. Okay, it is an open standard for establishing communication between system. Okay, 2 systems അല്ലെ 2 നോഡ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എന്താണ് ഓപ്പൺ സ്റ്റാൻഡേർഡ് മോഡലാണ് OSI മോഡൽ. ഓക്കെ, ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ മോഡൽ. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്പർ ഓഫ് ലെയേഴ്സ് ഇൻ OSI മോഡൽ. ഓക്കെ, OSI മോഡലിൽ എത്ര ലെയേഴ്സ് ആണുള്ളത്? 7. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. നമ്പർ ഓഫ് ലെയേഴ്സ് ഇൻ OSI മോഡൽ. ഓക്കെ, ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ മോഡലിൽ എത്ര ലെയേഴ്സ് ആണുള്ളത്? ഓക്കെ, 7 ലെയേഴ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, TCP/IP മോഡൽ നമ്മൾ പഠിച്ചല്ലോ. ഓക്കെ, TCP/IPയിൽ എത്ര ലെയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്? ഒന്ന് ആൻസർ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. TCP/IPയിൽ എത്ര ലെയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ലെയേഴ്സ് ഇൻ OSI മോഡൽ എന്താണ്? 7. എത്രയാണ്? 7 ലെയേഴ്സ് ആണ് OSI മോഡലിൽ യൂസ് ചെയ്യുക. ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ മോഡലിൽ എത്ര ലെയേഴ്സ് ഉണ്ട്? 7 ലെയേഴ്സ് ഉണ്ട്. ഇതിൻ്റെ പേരുകൾ ജസ്റ്റ് പഠിച്ചിരിക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ ഫിസിക്കൽ ലെയർ. ഓക്കെ, ഫസ്റ്റ് വൺ ഫിസിക്കൽ ലെയർ, ദെൻ ഡേറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ ആൻഡ് ആപ്ലിക്കേഷൻ ലെയർ. എത്ര ഉണ്ട്? 7. ഓക്കെ, ഫസ്റ്റ് വൺ ഫിസിക്കൽ ലെയർ, ഡേറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ. ഇങ്ങനെ 7 ലെയേഴ്സ് ആണ് OSI മോഡലുള്ള. പേര് മസ്റ്റായിട്ട് പഠിച്ചിരിക്കുക. എന്തൊക്കെയാണ്? ഫിസിക്കൽ ലെയർ, ഓക്കെ, ഡേറ്റ ലിങ്ക് ലെയർ, ഫിസിക്കൽ ലെയർ, ഡേറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ. അതായത് ഈ ഓരോ ലെയറിലും ഓരോ പ്രോസസ്സുകളാണ് നടക്കുക. ഇപ്പം ഒരു ഡേറ്റ റിസീവ് ആയി കഴിഞ്ഞാൽ ബിറ്റ്സ് ഓഫ് ഡേറ്റ ആയിരിക്കും റിസീവ് ആകുന്നത്. ആ ബിറ്റ്സിനെ എല്ലാം കമ്പൈൻ ചെയ്ത് ഫിസിക്കൽ ലെയറിൽ ബിറ്റ്സിനെ റിസീവ് ചെയ്യുന്നു, ഡേറ്റ ലിങ്ക് ലെയറിൽ തന്നെ ഫ്രെയിംസ് ആക്കുന്നു, നെറ്റ്വർക്ക് ലെയറിൽ തന്നെ പാക്കറ്റ്സ് ആക്കുന്നു. ഓക്കെ, പിന്നെ ഡേറ്റ എൻക്രിപ്ഷൻ, ഡീക്രിപ്ഷൻ, ഇതൊക്കെ സെഷൻ ലെയറിലാണ് നടക്കുക. ഇങ്ങനെ ഓരോ പ്രോസസ്സുകളും ഓരോ ലെയറുകളിലാണ് നടക്കുക. ഓക്കെ, അപ്പം അതിനാണ് നമ്മൾ നെറ്റ്വർക്കിങ്ങിനെ നെറ്റ്വർക്കിംഗ് മോഡൽസിൽ ഇത്ര ലെയറുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓരോ പ്രോസസ്സും കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? പിന്നെ ഓരോ പ്രോസസ്സിനെ ഓരോ ലെയറായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നു ഏറ്റവും എളുപ്പത്തിന് വേണ്ടി. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ ലെയർ, ഡേറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ. ഇതിൽ എൻഡ് യൂസറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വരുന്ന ഏത് ലെയറിലാണ്? ആപ്ലിക്കേഷൻ ലെയറിലാണ് എൻഡ് യൂസറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നത്. ആപ്ലിക്കേഷൻ ലെയറിലാണ്. ഓക്കെ, അപ്പോൾ TCP/IPയുടെ
ആരെങ്കിലും ആൻസർ ചെയ്തിട്ടുണ്ടോ? TCP/IP. ഓക്കെ, ആരും ആൻസർ ചെയ്തിട്ടില്ല. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എത്ര ലെയർ ഉണ്ട്? 7. ഓക്കെ, നമ്പർ ഓഫ് ലെയേഴ്സ് ഇൻ OSI മോഡൽ. ഓക്കെ, 7 ലെയേഴ്സ്. നമ്പർ ഓഫ് ലെയേഴ്സ് ഇൻ OSI മോഡൽ 7 ലെയേഴ്സ്. ഓക്കെ, അടുത്താണ് TCP/IP മോഡൽ. ഓക്കെ, TCP/IP മോഡൽ. TCPയുടെ ഫുൾ ഫോം എന്താ? ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ /IP ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ഓക്കെ, TCP/IPയിൽ എത്ര ലെയേഴ്സ് ആണുള്ളത്? ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. TCPയിൽ എത്രയുണ്ട്? 4. ഓക്കെ, ഓർത്തിരിക്കുക. നമ്പർ ഓഫ് ലെയേഴ്സ് ഇൻ TCP/IP മോഡൽ 4 ലെയേഴ്സ് ആണുള്ളത്. എത്ര ലെയേഴ്സ് ആണുള്ളത്? 4 ലെയേഴ്സ് ആണുള്ളത്. ഓക്കെ, ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നെറ്റ്വർക്ക് ആക്സസ് ലെയർ. എന്താണ്? ഫസ്റ്റ് വൺ നെറ്റ്വർക്ക് ആക്സസ് ലെയർ. എന്താണ്? നെറ്റ്വർക്ക് ആക്സസ് ലെയർ. ദെൻ സെക്കൻഡ് വൺ ഇന്റർനെറ്റ് ലെയർ. ഏതാണ്? ഇന്റർനെറ്റ് ലെയർ. ദെൻ ട്രാൻസ്പോർട്ട് ലെയർ. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ആപ്ലിക്കേഷൻ ലെയർ. ഏതൊക്കെയാണ്? നെറ്റ്വർക്ക് ആക്സസ് ലെയർ, ഇന്റർനെറ്റ് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, ആപ്ലിക്കേഷൻ ലെയർ. ഏതൊക്കെയാണ്? 4. നെറ്റ്വർക്ക് ആക്സസ് ലെയർ, ഇന്റർനെറ്റ് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, ആപ്ലിക്കേഷൻ ലെയർ. ഓക്കെ, ജസ്റ്റ് ഒന്ന് പഠിക്കുക. നെറ്റ്വർക്ക് ആക്സസ് ലെയർ, ഇന്റർനെറ്റ് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, ആപ്ലിക്കേഷൻ ലെയർ. ഓക്കെ ആണല്ലോ. അപ്പം 4 ലെയർ. അപ്പോൾ ഓർത്തിരിക്കുക, TCP/IP മോഡലിൽ 4 ലെയേഴ്സ്. OSI ആണെങ്കിലോ 7 ലെയേഴ്സ്. ഓക്കെ, OSI മോഡലിലാണെങ്കിൽ 7 ലെയേഴ്സ്, TCP/IPയിലാണെങ്കിൽ 4 ലെയേഴ്സ്. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 2. ഇപ്പോൾ TCP/IP മോഡൽ യൂസ് ചെയ്താലും OSI മോഡൽ യൂസ് ചെയ്താലും എല്ലാ പ്രോസസ്സുകളും നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രോസസ്സുകളും എവിടെ ചെയ്യണം? 2 മോഡലുകളിലും ചെയ്യണം. ഓക്കെ, ഇവിടെ നെറ്റ്വർക്ക് ആക്സസ് ലെയർ എന്ന് പറയുന്നത്, ഓക്കെ, ഫസ്റ്റ് TCP/IPയുടെ ഫസ്റ്റ് ലെയർ ആണ് നെറ്റ്വർക്ക് ആക്സസ് ലെയർ. ഇതെന്ന് പറയുന്നത് നമ്മുടെ OSI ലെയറിലെ ഫസ്റ്റ് 2 ലെയർ ഉണ്ടല്ലോ, ഫിസിക്കൽ ലെയർ, ഡേറ്റ ലിങ്ക് ലെയർ. ഓക്കെ, ഫിസിക്കൽ ലെയർ, ഡേറ്റ ലിങ്ക് ലെയർ. ഓക്കെ, ഇത് രണ്ടും ചെയ്യുന്ന പ്രോസസ്സുകളാണ്. അതായത് ഫിസിക്കൽ ലെയറിലും ഡേറ്റ ലിങ്ക് ലെയറിലും നടക്കുന്ന പ്രോസസ്സുകൾ രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് എവിടെ നടക്കുന്നത്? TCP/IP മോഡലിൻ്റെ നെറ്റ്വർക്ക് ആക്സസ് ലെയർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ OSI മോഡലിൻ്റെ ഫിസിക്കൽ ലെയറിലും ഡേറ്റ ലിങ്ക് ലെയറിലും നടക്കുന്ന പ്രോസസ്സുകൾ കമ്പൈൻ ചെയ്ത പ്രോസസ്സാണ് എവിടെ നടക്കുന്നത്? നെറ്റ്വർക്ക് ആക്സസ് ലെയറിൽ. അതായത് നെറ്റ്വർക്ക് ആക്സസ് ലെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ OSI മോഡലിൻ്റെ ഏതൊക്കെയാണ്? ഫിസിക്കൽ ലെയറും ഡേറ്റ ലിങ്ക് ലെയറും ചേർന്നതാണ് TCP/IPയുടെ നെറ്റ്വർക്ക് ആക്സസ് ലെയർ. അപ്പോൾ ഓർത്തിരിക്കുക, ഈ നെറ്റ്വർക്ക് ആക്സസ് ലെയർ ഇതിൽ ഏതിന് പകരമാണ്? ഫിസിക്കൽ ലെയർ ആൻഡ് ഡേറ്റ ലിങ്ക് ലെയറിന് പകരമായിട്ട് TCP/IPയിൽ യൂസ് ചെയ്യുന്നതാണ് നെറ്റ്വർക്ക് ആക്സസ് ലെയർ. അത് എക്സാമിന് ചോദിക്കാം ഏതൊക്കെ ലെയറുകളാണ് എന്ന്. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് പഠിച്ചിരിക്കുക. ഫിസിക്കൽ ലെയറും ഡേറ്റ ലിങ്ക് ലെയറും ചേർന്നതാണ് ഏത്? നെറ്റ്വർക്ക് ആക്സസ് ലെയർ എന്ന് പറയുന്നത് TCP/IPയിൽ. ഓക്കെ, ഇനി ഇന്റർനെറ്റ് ലെയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്റർനെറ്റ് ലെയർ. ഓക്കെ, ഇന്റർനെറ്റ് ലെയർ എന്തായിരുന്നു? ഇന്റർനെറ്റ് ലെയർ എത്രയാണ്? ഫിസിക്കൽ ലെയർ, ഡേറ്റ ലിങ്ക് ലെയർ, അടുത്തേതായിരുന്നു? നെറ്റ്വർക്ക് ലെയർ ആയിരുന്നു അല്ലേ? അപ്പം നോക്കിക്കേ, ഇവിടുത്തെ ഫിസിക്കലും ഡേറ്റ ലിങ്കും ചേർന്ന്, ഫിസിക്കലും ഡേറ്റ ലിങ്കും ചേർന്ന് അവിടെ എന്തുണ്ടായി? നെറ്റ്വർക്ക് ആക്സസ് ലെയർ അല്ലേ? നെറ്റ്വർക്ക് ആക്സസ് ലെയർ ഉണ്ടായി. ഇതിൽ കാണിക്കാതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടി ഈസി. അതുകൊണ്ടാണ് ഈ സ്ലൈഡ് എടുത്തത്. ഫിസിക്കൽ ലെയറും ഡേറ്റ ലിങ്കും കൂടെ ചേരുമ്പോൾ അവിടെ എന്ത് വരുന്നു? നെറ്റ്വർക്ക് ആക്സസ് ലെയർ. TCP/IP. ഇവിടെ TCP/IP എന്ന് എഴുതുവാണേ. TCP/IP. ഓക്കെ, TCP/IPയിലെ നെറ്റ്വർക്ക് ആക്സസ് ലെയർ എന്ന് പറയുന്നത് നമ്മുടെ OSIയിലെ ഫിസിക്കൽ ലെയറിൻ്റെയും ഡേറ്റ ലിങ്ക് ലെയറിൻ്റെയും ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെറ്റ്വർക്ക് ലെയർ. നമ്മുടെ ഇവിടെ നെറ്റ്വർക്ക് ലെയറിന് പകരമായിട്ട് അവിടെ ഉണ്ട് എന്ത്? ഇന്റർനെറ്റ് ലെയർ അല്ലേ? ഇന്റർനെറ്റ് ലെയർ. ഓക്കെ, ഇന്റർനെറ്റ് ലെയർ അതായത് നമ്മുടെ OSI മോഡലിലെ നെറ്റ്വർക്കിന് പകരമായിട്ട് TCP/IPയിലുള്ള ലെയർ ഏതാണ്?
ഇന്റർനെറ്റ് ലെയർ. ഓർത്തിരിക്കുക, നെറ്റ്വർക്കിലെ കമ്മ്യൂണിക്കേഷൻ മോഡലിൽ OSI മോഡലിലെ നെറ്റ്വർക്ക് ലെയറിന് പകരമായിട്ട് TCP/IP ഏത് ലെയറാണുള്ളത്? ഇന്റർനെറ്റ് ലെയർ. ഓക്കെ, ദെൻ അടുത്തത് ട്രാൻസ്പോർട്ട് ലെയർ. ഈ ട്രാൻസ്പോർട്ട് ലെയർ അതുപോലെ തന്നെ എവിടെയും ഉണ്ട്, TCP/IP ഉണ്ട്. ട്രാൻസ്പോർട്ട് ലെയർ. ഓക്കെ, എന്താണ് ട്രാൻസ്പോർട്ട് ലെയർ? ഓക്കെ, ട്രാൻസ്പോർട്ട് ലെയർ എവിടെയുണ്ട്? TCP/IP OSI മോഡൽ. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക, ഒരു പ്രീവിയസ് ആണ്. OSI മോഡലിലും TCP/IP മോഡൽ രണ്ടിലും കോമൺ ആയിട്ട് കാണുന്ന നെറ്റ്വർക്ക് ലെയർ ഏതാണ്? രണ്ടിലും കോമൺ ആയിട്ട് കാണുന്ന ലെയർ ഏതാണ്? ട്രാൻസ്പോർട്ട് ലെയർ. ഏതാണ്? ട്രാൻസ്പോർട്ട് ലെയർ. ഓർത്തിരിക്കുക, TCP/IPയിലും OSI മോഡലിലും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ലെയർ ആണ് ഏത്? ട്രാൻസ്പോർട്ട് ലെയർ. ഓക്കെ, ദെൻ അടുത്തത് ഇവിടുത്തെ സെഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ. ഇത് മൂന്നും, സെഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ, ഇത് മൂന്നും ചേരുന്നതാണ് TCP/IPയിലെ ആപ്ലിക്കേഷൻ ലെയർ. ഓക്കെ, എന്താണ് നമ്മുടെ OSI മോഡലിലെ സെഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ, ഈ മൂന്ന് ലെയറിന്റെ ഫങ്ഷനാലിറ്റി ഒരുമിച്ച് ചെയ്യുന്നു ആര്? TCP/IPയിലെ ആപ്ലിക്കേഷൻ ലെയർ. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലായോ നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഓക്കെ ആണല്ലോ. എത്ര ലെയർ ഉണ്ട് OSI മോഡലിൽ? 7 ലെയേഴ്സ് ആണ് OSI മോഡലിലുള്ളത്. TCP/IPയിൽ 4 ലെയേഴ്സ് ആണുള്ളത്. ദെൻ ഫിസിക്കൽ ലെയറും OSIയിലെ ഫിസിക്കൽ ആൻഡ് ഡേറ്റ ലിങ്ക് ലെയറിൻ്റെ ഫങ്ഷൻസ് ആണ് ആര് ചെയ്യുക? TCP/IPയിൽ നെറ്റ്വർക്ക് ആക്സസ് ലെയർ ചെയ്യുന്നത്. ദെൻ നമ്മുടെ OSIയിലെ നെറ്റ്വർക്ക് ലെയറിന് കറസ്പോണ്ടിങ് ആയിട്ട് TCP/IPയിലുള്ള എന്താണ്? ഇന്റർനെറ്റ് ലെയർ ആണ്. ദെൻ ട്രാൻസ്പോർട്ട് ലെയർ, രണ്ടിടത്തും കോമൺ ആയിട്ടുള്ള ഒരു ലെയർ ആണ് ഇത്, ട്രാൻസ്പോർട്ട് ലെയർ. ദെൻ സെഷൻ, പ്രസന്റേഷൻ, ആപ്ലിക്കേഷൻ, മൂന്നും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് ഏത്? ആപ്ലിക്കേഷൻ ലെയർ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഒരു പോയിന്റ് ആണ് IP അഡ്രസ്. ഓക്കെ, എന്താണ് IP അഡ്രസ്? ഓക്കെ, നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളതാണ് IP അഡ്രസ് അല്ലേ? നെറ്റ്വർക്കിങ്ങിൽ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു പേരാണ് IP അഡ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഈ IP അഡ്രസ് എന്ന് നമുക്ക് നോക്കാം. അതായത് an IP address is a unique address that identifies a device on the internet or a local network. ഇത്രേ ഉള്ളൂ. നമ്മൾ നെറ്റ്വർക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ ഡിവൈസിനും അസൈൻ ചെയ്യുന്ന ഒരു ന്യൂമറിക്കൽ വാല്യൂ അല്ലെങ്കിൽ ഒരു ന്യൂമറിക്കൽ അഡ്രസ് ആണ് ഇത്? IP അഡ്രസ്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ന്യൂമറിക്കൽ അഡ്രസ് അസൈൻ ടു ഈച്ച് ഡിവൈസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ നെറ്റ്വർക്ക്. ഓക്കെ, ഒരു നെറ്റ്വർക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ ഡിവൈസിനെയും യുണീക്കായി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലേ? ഇപ്പോൾ ഒരു നെറ്റ്വർക്കിങ്ങിൽ ഒരു 10 സിസ്റ്റം ഉണ്ടെങ്കിൽ ഈ 10 സിസ്റ്റത്തെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം ഏതൊക്കെ സിസ്റ്റത്തിലേക്ക് എന്തൊക്കെ ഡേറ്റ ട്രാൻസ്മിഷൻ ആണല്ലോ നമ്മൾ നെറ്റ്വർക്കിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ ഡേറ്റ ട്രാൻസ്മിഷൻ്റെ സമയത്ത് നമുക്ക് ഓരോ ഡിവൈസുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അവർക്കൊരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ വേണം. ഓക്കെ, ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നെറ്റ്വർക്ക് അസൈൻ ചെയ്യുന്ന ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ് എന്തെന്ന് പറയുക? IP അഡ്രസ് എന്ന് പറയുക. ഓക്കെ, ഇറ്റ് ഈസ് എ ന്യൂമറിക്കൽ അഡ്രസ് അസൈൻ ടു ഈച്ച് ഡിവൈസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ ഡിവൈസിനും അസൈൻ ചെയ്യുന്ന ഒരു ന്യൂമറിക്കൽ അഡ്രസ് അല്ലെങ്കിൽ ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? IP അഡ്രസ്. ഇത് യുണീക്ക് ആയിരിക്കും അല്ലേ? ഇത് പ്രത്യേകത യുണീക്കാണ്. കാരണം ഒരു ID അല്ലെങ്കിൽ ഒരു IP അഡ്രസ് വേറെ സിസ്റ്റത്തിന് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ആ നെറ്റ്വർക്കിങ്ങിൽ ഒരു പർട്ടിക്കുലർ IP അഡ്രസ്സിൽ ഒരു സിസ്റ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. യുണീക്ക് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ IP അഡ്രസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എ വാലിഡ് IP അഡ്രസ്, ഒരു വാലിഡ് IP അഡ്രസ്സിന്റെ ഫോർമാറ്റ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, xxx.IP
xxx dot xxx dot xxs അല്ലേ? അതായത് ഒരു വാലിഡ് ഐ പി അഡ്രസ്സിൻ്റെ ഫോർമാറ്റ് ആണ്. ഇതിൽ ഓരോ സെക്ഷൻ്റെയും റേഞ്ച് എന്ന് പറയുന്നത് ഈ xxx എന്ന് പറയുന്നത് 0 to 255 ആയിരിക്കും ഇതിൻ്റെ റേഞ്ച്. ഇതിനിടയ്ക്കുള്ള ഏത് ന്യൂമറിക്കൽ വാല്യൂ വേണമെങ്കിലും അസൈൻ ചെയ്യാം. ഓക്കെ, ഒരു എക്സാമ്പിൾ എഴുതിയാൽ ഓക്കെ 0 to 255 അല്ലേ പറഞ്ഞേക്കുന്നേ. ഓക്കെ, ദെൻ 168 ഡോട്ട് അല്ലേ, 168 എന്ന് പറയുമ്പോൾ 0യ്ക്കും 255 ഇടയിലുള്ള ഒരു വാല്യൂ ആണ് അല്ലേ. 168 ഡോട്ട്. ഓക്കെ, 192 ഡോട്ട് 192 ഡോട്ട്. ഓക്കെ, 1 ഡോട്ട്. ഓക്കെ, 168 ഡോട്ട് 192 ഡോട്ട് 1 ഡോട്ട്. ഓക്കെ, 11 ഇതൊരു ഐ പി അഡ്രസ് ആണ്. ഓക്കെ, 168 ഡോട്ട്. ഓക്കെ, നോക്കുക ഫസ്റ്റ് പോർഷനിൽ 168 എന്ന് പറയുമ്പോൾ 0യ്ക്കും 255 ഇടയിലാണോ, ഇടയിലുള്ളൊരു വാല്യൂ ആണ് 168 ഡോട്ട്. ദെൻ അടുത്ത സെക്ഷൻ 192. ഓക്കെ, ഇതിനിടയിലുള്ളൊരു വാല്യൂ ആണല്ലേ. ദെൻ 1 ആണല്ലോ, 0യ്ക്കും 255 ഇടയിലുള്ളൊരു വാല്യൂ ആണ് 1 ഡോട്ട് 11. ഇതും അതെ. ഓക്കെ, അപ്പം 168 ഡോട്ട് 192 ഡോട്ട് 1 ഡോട്ട് 1 ഇതൊരു വാലിഡ് ഐ പി അഡ്രസ്സാണ്. വാലിഡ് ഐ പി അഡ്രസ്സാണ്. അപ്പോൾ ഓർത്തിരിക്കുക, എന്താണ് നെറ്റ്വർക്കിങ്ങിലുള്ള ഓരോ ഡിവൈസുകളെയും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അഡ്രസ്സാണ് ഐ പി അഡ്രസ്സ് എന്ന് പറയുക. ഓക്കെ, നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് 32 ബിറ്റ് അഡ്രസ്സിംഗ് ആണ്. 32 ബിറ്റ് ഐ പി അഡ്രസ്സിംഗ് ആണ് യൂസ് ചെയ്യുക. ഈ 32 ബിറ്റ് ഐ പി അഡ്രസ്സിംഗ് യൂസ് ചെയ്യുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ IPv4 എന്ന് പറയുക. ഓക്കെ, 32 ബിറ്റ് ഐ പി അഡ്രസ്സിംഗ് യൂസ് ചെയ്യുന്ന സിസ്റ്റങ്ങളത്തെ IPv4 എന്നും 128 ബിറ്റ് അഡ്രസ്സിംഗ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ IPv6 എന്നും പറയുന്നു. ഓക്കെ, ഓർത്തിരിക്കുക, 32 ബിറ്റ് അഡ്രസ്സിംഗ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ IPv4 എന്നും 128 ബിറ്റ് അഡ്രസ്സിംഗ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ IPv6 എന്ന് പറയുന്നു. ഓക്കെ, IPv4 ആൻഡ് IPv6, IPv4 ആൻഡ് IPv6. ഓക്കെ ആണല്ലോ ഐ പി അഡ്രസ്. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഐ പി അഡ്രസ് ചെയ്ത് എങ്ങനെയാണെന്ന് പഠിച്ചല്ലോ. ഒരു വാലിഡ് ഐ പി അഡ്രസ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാമോ? ഒരു വാലിഡ് ഐ പി അഡ്രസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഐ പി അഡ്രസ്? ഐ പി അഡ്രസ് ഇസ് എ യൂണീക്ക് അഡ്രസ് ദാറ്റ് ഐഡൻറ്റിഫൈസ് എ ഡിവൈസ് ഓൺ ദ ഇൻ്റർനെറ്റ് ഓർ എ ലോക്കൽ നെറ്റ്വർക്ക്. ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ക്ലാസ് എടുക്കുക. ഒരു ക്ലാസ്സിൽ കുറേ കുട്ടികളുണ്ട് അല്ലേ. അപ്പോൾ ഈ കുട്ടികൾക്ക് അവരെ നമുക്ക് യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് അവർക്കൊരു റോൾ നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കും അല്ലേ. ആ റോൾ നമ്പർ എന്ന് ഇപ്പോൾ ഒന്നൊരു റോൾ നമ്പറിൽ ഒരു കുട്ടി മാത്രമേ അവിടെ ഉണ്ടാവത്തുള്ളൂ. ആ ഒരു പർട്ടിക്കുലർ കുട്ടിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അസൈൻ ചെയ്യുന്ന യുണീക്ക് ഐഡൻറ്റിറ്റി നമ്പറാണ് ഈ 1 അല്ലെങ്കിൽ റോൾ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു നെറ്റ്വർക്ക് എടുക്കുമ്പോൾ ആ നെറ്റ്വർക്കിലുള്ള ഓരോ നോഡ്സിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അസൈൻ ചെയ്യുന്ന ഒരു വാല്യൂ, ഒരു ന്യൂമറിക്കൽ വാല്യൂ, ഇതാണ് ഐ പി അഡ്രസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം 32 ബിറ്റ് ഐ പി അഡ്രസ് അതിനെ നമ്മൾ IPv4 എന്നും 128 ബിറ്റ് ആണെങ്കിൽ അതിനെ IPv6 എന്നും പറയുന്നു. ഓക്കെ ആണല്ലോ ഐ പി അഡ്രസ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വാലിഡ് ഐ പി അഡ്രസ്? ഓക്കെ, ഇത് നോക്കുക, നോക്കിയിട്ട് ഇതിൻ്റെ ആൻസർ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വാലിഡ് ഐ പി അഡ്രസ്? ഓക്കെ, ഫസ്റ്റ് വൺ 192.168.268.1. ഓക്കെ, 192.168.1.1. ഓക്കെ, then 192.168.11.1111. ഓക്കെ, then അടുത്ത് 192.300.1.1. ഓക്കെ, ഇതിൽ വാലിഡ് ഐ പി അഡ്രസ് ഏതാണ് എന്ന് ചെക്ക് ചെയ്തിട്ട് ഇപ്പം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഓക്കെ, 223.001.145.190. ഓക്കെ, അത് കറക്റ്റാണ്, കറക്റ്റ് ഐ പി അഡ്രസ്സാണ്. ഓക്കെ, ശിശിര ദേവദാസ്. ഓക്കെ, ആൻസർ എന്താണ്? ആൻസർ കമൻറ്റ് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ഓക്കെ, ശിശിര ദേവദാസ് ബി, ആതിര മുരളി ബി, അഞ്ജന ഗോപിനാഥ് ബി. ഓക്കെ, വേറെ ആരെങ്കിലും?
ഓക്കെ, എന്താണ് ആൻസർ? കറക്റ്റ് ആണ്. എല്ലാവരും കമൻറ്റ് ചെയ്ത ആൻസർ കറക്റ്റ് ആണ്. 192.168.1.1. ഓക്കെ, 192.168.1.1 അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, 192 സീറോയ്ക്കും റേഞ്ച് എന്ന് പറയുന്നത് 0 to 255 ആണ് അല്ലേ? 0 to 255 ആണ്. ഓക്കെ, അപ്പോൾ 0യ്ക്കും 255നും ഇടയിലാണ് 192. ദെൻ 168 എന്ന് പറയുമ്പോൾ 0യ്ക്കും 255നും ഇടയിലാണ് 268 വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത് 0യ്ക്കും 255നും ഇടയിലുള്ള റേഞ്ച് ആണോ? അല്ല. അപ്പോൾ ഇത് നോട്ട് വാലിഡ്. ഓക്കെ, ദെൻ 192 ഒക്കെയാണ്, 168 ഒക്കെയാണ്, 11 ഒക്കെയാണ്, 1111 ഇത് വാലിഡ് അല്ല, 0യ്ക്കും 255 ഉള്ള റേഞ്ചിനല്ല. ഓക്കെ, പിന്നെ അതുപോലെ ഇത് നോക്കിയേ, 192 ഒക്കെയാണ്, 300 വന്നിട്ടുണ്ട് അല്ലേ? അതും ഓക്കെ അല്ല. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? 192.168.1.1. അപ്പോൾ ഇതാണ് വാലിഡ് ആയിട്ടുള്ള IP അഡ്രസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നു നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ്. എന്താണ് നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ്? നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് ഒക്കെ നമ്മളിപ്പോൾ പഠിച്ചിരുന്നു. പ്രോട്ടോകോൾസ് എന്താണ് അല്ലേ? എന്തായിരുന്നു പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ സെറ്റ് ഓഫ് റൂൾസ് അല്ലേ? പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് റൂൾസ് ആണ്. അപ്പം നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിങ്ങിൽ ഡേറ്റ ട്രാൻസ്മിഷൻ നടക്കുമ്പം യൂസ് ചെയ്യുന്നില്ല, ഡേറ്റ ട്രാൻസ്മിഷൻ്റെ സമയത്ത് യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസിനെ അല്ലെ ഫോളോ ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസിനെയാണ് അതെന്ന് പറയുക നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് എന്ന് പറയുക. നെറ്റ്വർക്കിങ്ങിൽ ഡേറ്റ ട്രാൻസ്മിഷൻ നടക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസിനെയാണ് നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് എന്ന് പറയുക. ഓർത്തിരിക്കുക, നെറ്റ്വർക്കിങ്ങിൽ ഡേറ്റ ട്രാൻസ്മിഷൻ്റെ സമയത്ത് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസിനെ നമ്മൾ നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നു. ഓക്കെ, അതിൽ നമുക്ക് ഒന്നാമത് നമ്മളിപ്പോൾ തന്നെ പഠിച്ചതാണ്, ജസ്റ്റ് ഒന്ന് കണ്ടു. TCP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. ഓക്കെ, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ TCP സ്റ്റാൻഡ്സ് ഫോർ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. ഓക്കെ, ഉറപ്പായിട്ടും അതിൻ്റെ എക്സ്പാൻഷൻ പഠിച്ചിരിക്കുക. ട്രാൻസ്മിഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. ഓക്കെ, ഇറ്റ് ഈസ് എ കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾ. ഇതിന്റെ മെയിൻ പ്രത്യേകത ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണല്ലേ. എന്താണ്? ഇതൊരു കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾ ആണ്. അതായത് ഒരു സെൻഡറും റിസീവറും തമ്മിൽ ഡേറ്റ ട്രാൻസ്മിഷൻ നടക്കുന്ന സമയത്ത് സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് ഒരു കണക്ഷൻ പാത്ത് ഫസ്റ്റ് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഒരു കണക്ഷൻ പാത്ത് ആദ്യം തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് ഡേറ്റ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക, ഡേറ്റ ട്രാൻസ്മിഷന് മുമ്പ് ഒരു കണക്ഷൻ പാത്ത്, ഇപ്പോൾ AB എന്ന് പറയുന്ന രണ്ട് നോഡുകൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് സിസ്റ്റം തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ A to Bയിലേക്ക് ഒരു കണക്ഷൻ പാത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഈ കണക്ഷൻ പാത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഡേറ്റ സെൻഡ് ചെയ്യുന്നു. ഓക്കെ, കണക്ഷൻ പാത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം എയിൽ നിന്ന് ബിയിലേക്ക് ഡേറ്റ സെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ എയിൽ നിന്ന് കൊടുത്ത ഡേറ്റ ബിയിൽ എത്തിക്കഴിഞ്ഞാൽ, ഓക്കെ, ഡേറ്റ കറക്റ്റായിട്ട് ബിയിൽ എത്തിക്കഴിഞ്ഞാൽ ബി എന്ത് ചെയ്യും? ഈ ഡേറ്റ കിട്ടിയ കാര്യം എയെ ഇൻഫോം ചെയ്യുന്നു. ഇതിലൂടെ ഒരു അക്നോളജ്മെൻറ്റിലൂടെ അതായത് ബിക്ക് ഡേറ്റ റിസീവ് ആയി എന്നൊരു അക്നോളജ്മെൻറ്റ് റിസീവർ സെൻഡറിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, ഓർത്തിരിക്കുക, എയും ബിയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? ഒരു കണക്ഷൻ പാത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ഡേറ്റ സെൻഡ് ചെയ്യുന്നു. സെൻഡ് ചെയ്ത ഡേറ്റ ബിയിൽ എത്തിക്കഴിഞ്ഞാൽ ബി റിസീവർ ആണല്ലോ, റിസീവർ സെൻഡറിലേക്ക് ഒരു അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്യുന്നു. അതായത് എ സെൻഡ് ചെയ്ത ഡേറ്റ കറക്റ്റായിട്ട് ബിയിൽ റിസീവായി എന്നറിയിക്കാൻ വേണ്ടി ഒരു അക്നോളജ്മെൻറ്റ് ആർക്ക് സെൻഡ് ചെയ്യുന്നു? എയിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോഴാണ് ട്രാൻസ്മിഷൻ പൂർത്തിയാകുക. അതുകൊണ്ട് ഇത് കണക്ഷൻ ഓറിയൻറ്റഡ് ആണ്, റിലയബിൾ പ്രോട്ടോകോൾ ആണെന്ന് പറയുന്നത്. കാരണം എന്താ? കറക്റ്റായിട്ട് ഡേറ്റ റിസീവറിൽ എത്തി എന്ന കാര്യം ഉറപ്പുവരുത്തുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് ഇതെന്താണ്? ഒരു കണക്ഷൻ ഓറിയൻറ്റഡ് ആൻഡ് റിലയബിൾ പ്രോട്ടോകോൾ ആണ് ഏത്? TCP എന്ന് പറയുന്നത്. ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്
TCP വിത്ത് IP എന്ന പ്രോട്ടോക്കോളിനോടൊപ്പം. അപ്പോൾ TCP/IP പ്രോട്ടോക്കോൾ സ്യൂട്ട് ആയിട്ടാണ് നമ്മൾ ഇൻ്റർനെറ്റിൽ ഇത് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ഈ സെൻറ്ററിൽ നിന്ന് ഇപ്പം നമ്മൾ സെൻറ്ററിൽ നിന്ന് ഡേറ്റ റിസീവറിൽ എത്തിയതിനു ശേഷം റിസീവർ ഒരു അക്നോളജ്മെൻറ്റ് അയച്ചു എന്ന് പറഞ്ഞു അല്ലേ. ഈ അക്നോളജ്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോഴാണ് അടുത്ത ഡേറ്റ ട്രാൻസ്മിഷനിലേക്ക് സെൻറ്റർ പോവുക. ഈ അക്നോളജ്മെൻറ്റ് കിട്ടാൻ വേണ്ടി സെൻറ്റർ വെയിറ്റ് ചെയ്യുന്നു. ഒരു പർട്ടിക്കുലർ ടൈം വരെ വെയിറ്റ് ചെയ്ത് അക്നോളജ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഡേറ്റയെ വീണ്ടും റീട്രാൻസ്മിറ്റ് ചെയ്യും. ഒക്കെ ഓർത്തിരിക്കുക. ഇഫ് ദ അക്നോളജ്മെൻറ്റ് ഈസ് നോട്ട് റിസീവ്ഡ് ദെൻ എ വിൽ റീട്രാൻസ്മിറ്റ് ദ ഡേറ്റ. ഓക്കെ, അപ്പോൾ ഡേറ്റ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എ വീണ്ടും എന്ത് ചെയ്യും? ബിയിലേക്ക് ഡേറ്റയെ സെൻഡ് ചെയ്യും. അപ്പം എത്രയാണെന്നുണ്ടെങ്കിലും എയിൽ നിന്ന് ഡേറ്റ ബിയിലേക്ക് ബി റിസീവ് ആയതിനു ശേഷം കൺഫേം ചെയ്താൽ മാത്രമേ അടുത്ത ട്രാൻസ്മിഷനിലേക്ക് അടുത്ത ഡേറ്റ ട്രാൻസ്മിഷനിലേക്ക് പോവുകയുള്ളൂ. അതുകൊണ്ടാണ് TCP/IP എന്ന് പറയുന്നത് TCP എന്ന് പറയുന്നത് ഒരു കണക്ഷൻ ഓറിയൻറ്റഡ് റിലയബിൾ പ്രോട്ടോകോൾ ആണെന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ഇറ്റ് ഈസ് എ കണക്ഷൻ, ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, കണക്ഷൻ ഓറിയൻറ്റഡ് ആൻഡ് റിലയബിൾ. കണക്ഷൻ ഓറിയൻറ്റഡ് ആൻഡ് റിലയബിൾ പ്രോട്ടോകോൾ. കണക്ഷൻ ഓറിയൻറ്റഡ് ആൻഡ് റിലയബിൾ പ്രോട്ടോകോൾ. ഓക്കെ ആണല്ലോ. ദെൻ ഇത് നമ്മൾ പറഞ്ഞ പോയിന്റാണ്. ദിസ് പ്രോട്ടോകോൾ ഈസ് യൂസ്ഡ് വിത്ത് IP. IPയുടെ ഫുൾ ഫോം ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ്. സോ ടുഗെദർ ദേ ആർ റെഫേർഡ് ആസ് TCP/IP പ്രോട്ടോകോൾ. TCP/IP പ്രോട്ടോകോൾ. നമ്മൾ മുമ്പ് പഠിച്ചത് എന്താണ്? TCP/IP മോഡൽ നമ്മൾ പഠിച്ചു. അത് നെറ്റ്വർക്കിംഗ് മോഡലാണ്. ഇത് TCP/IP പ്രോട്ടോകോൾ. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് നെറ്റ്വർക്ക് പ്രോട്ടോകോൾ? ഏറ്റവും മെയിൻ ആയിട്ടുള്ളതാണ് TCP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. ഇതൊരു കണക്ഷൻ ഓറിയൻറ്റഡ് പ്രോട്ടോകോൾ ആണ്. കണക്ഷൻ ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻഡറും റിസീവറും തമ്മിൽ ഡേറ്റ ട്രാൻസ്മിഷന് മുമ്പ് ഒരു കണക്ഷൻ പാത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതിനുശേഷം ഡേറ്റ സെൻഡ് ചെയ്യുന്നു. സെൻഡ് ചെയ്ത ഡേറ്റ റിസീവറിൽ എത്തിയാൽ റിസീവർ സെൻഡറിലേക്ക് ഒരു അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്യുന്നു. അതിന് ശേഷമാണ് സെൻഡർ നെക്സ്റ്റ് ട്രാൻസ്മിഷനിലേക്ക് പോവുക. അക്നോളജ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഡേറ്റയെ വീണ്ടും സെയിം റിസീവറിലേക്ക് തന്നെ റീട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് TCP പ്രോട്ടോകോൾ. ദെൻ TCP പോലെ തന്നെ നെറ്റ്വർക്കിങ്ങിൽ യൂസ് ചെയ്യുന്ന മറ്റൊരു പ്രോട്ടോകോളാണ് UDP. ഓക്കെ, UDP യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോകോൾ. ഫുൾ ഫോം പഠിച്ചിരിക്കുക. നമ്മൾ ഒത്തിരി അബ്രീവിയേഷൻസ് പഠിക്കുന്നുണ്ട് അല്ലേ, ഒത്തിരി എക്സ്പാൻഷൻസ് പഠിക്കുന്നുണ്ട്. എല്ലാം പഠിച്ചിരിക്കേണ്ടതാണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓർത്തിരിക്കുക, UDP യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോകോൾ. എന്താണ്? യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോകോൾ. യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോകോൾ. ഓക്കെ, UDP ഈസ് എ കണക്ഷൻ ലെസ് പ്രോട്ടോകോൾ. ഓക്കെ, TCP എന്തായിരുന്നു? ഇറ്റ് ഈസ് എ കണക്ഷൻ ഓറിയൻറ്റഡ് പ്രോട്ടോകോൾ. UDP ഈസ് എ കണക്ഷൻ ലെസ് unreliable protocol. Okay, connection less unreliable protocol ആണ് UDP. TCP കണക്ഷൻ ഓറിയൻറ്റഡ് പ്രോട്ടോകോൾ ആണ്. റിലയബിൾ പ്രോട്ടോകോൾ ആണെങ്കിൽ UDP യൂസർ ഡേറ്റാഗ്രാം ഒരു കണക്ഷൻ ലെസ് അൺറിലയബിൾ പ്രോട്ടോകോൾ ആണ്. TCP പോലെ തന്നെ UDPയും IP ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളുമായി ചേർന്നിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, TCP ഈസ് എ കണക്ഷൻ ഓറിയൻറ്റഡ് ആൻഡ് റിലയബിൾ ആണെങ്കിൽ UDP കണക്ഷൻ ലെസ് ആൻഡ് അൺറിലയബിൾ ആണ്. അതായത് UDPയിൽ ഡേറ്റ ട്രാൻസ്മിഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ സെൻഡറിൽ നിന്നും ഡേറ്റ ജസ്റ്റ് അങ്ങ് സെൻഡ് ചെയ്ത് വിടുകയാണ്. അത് റിസീവറിൽ എത്തിയോ എന്നുള്ള കാര്യം കൺഫേം ചെയ്യുന്നില്ല. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല എന്നൊരു ആറ്റിറ്റ്യൂഡാണ്. ഡേറ്റ എന്ത് ചെയ്യുന്നു? സെൻഡറിൽ നിന്നും സെൻഡ് ചെയ്യുന്നു. അത് റിസീവറിൽ എത്തിയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നില്ല. ഒരു കണക്ഷൻ പാത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല. അക്നോളജ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെയുള്ളൊരു പ്രോട്ടോക്കോളാണ് ഇത് UDP. അതുകൊണ്ടാണ് യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോക്കോളിനെ ഒരു കണക്ഷൻ ലെസ് അൺറിലയബിൾ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് FTP. ഇതിൻ്റെ ഫുൾ ഫോം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. FTPയുടെ ഫുൾ ഫോം എന്താണ്? ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. എന്താണ്? ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. എന്താണ് FTPയുടെ ഫുൾ ഫോം? ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഓക്കെ, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഫയൽ ട്രാൻസ്ഫർ ട്രാൻസ്മിഷൻ അല്ല, അങ്ങനെ ഓർക്കരുത്. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ആണ്. ഫയൽ ട്രാൻസ്ഫർ പേരിൽ തന്നെ ഉണ്ട്. എന്താണ്? FTP ഈസ് എ സ്റ്റാൻഡേർഡ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ദ ഫയൽസ് ഫ്രം വൺ ഹോസ്റ്റ് ടു അനദർ. ഓക്കെ, ഒരു
ഒരു സിസ്റ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു നോഡിൽ നിന്ന് മറ്റൊന്നിലേക്ക് അല്ലെങ്കിൽ ഒരു ഹോസ്റ്റിൽ നിന്ന് വേറൊരു ഹോസ്റ്റിലേക്ക് ഫയലുകളെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് ഇത് FTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. എന്താണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ? അതായത് ഒരു നോഡിൽ നിന്ന് വേറൊരു നോഡിലേക്ക് ഫയൽസിൻ്റെ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന. നമ്മൾ ഫയൽസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാറില്ലേ? സെർവറിൽ നിന്നും നമ്മുടെ സിസ്റ്റത്തിലേക്ക് പലതരം ഫയലുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ ഫയൽസുകളെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, ആ സെർവറിൽ നിന്നും ക്ലയൻറ്റിലേക്കുള്ള ഫയൽസിൻ്റെ ട്രാൻസ്മിഷനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടോകോളാണ് ഇത് FTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ഡൗൺലോഡിങ് ദ ഫയൽസ് ടു കമ്പ്യൂട്ടർ ഫ്രം അതർ സർവേസ്. ഒക്കെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് മറ്റ് സെർവറുകളിൽ നിന്നും എന്താണ് ഫയലുകളെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടോകോളാണ് FTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. എന്താണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ? ഓക്കെ ആണല്ലോ. നമ്മൾ 3 പഠിച്ചു. ഏതൊക്കെയാണ്? ഒന്ന് TCP, then UDP, then FTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഓക്കെ, then അടുത്തൊരു വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്രോട്ടോകോൾ ആണ് HTTP പ്രോട്ടോകോൾ. HTTP പ്രോട്ടോകോൾ എന്താണ്? HTTP. ഇതിൻ്റെ എക്സ്പാൻഷൻ എക്സാമിന് ചോദിച്ചതാണ്. HTTP സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. എന്താണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ? എന്താണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ? HTTP is a hypertext transfer protocol. Hypertext transfer protocol. It is a protocol used to access the data on the World Wide Web. Okay, it is a protocol used to access the data on the World Wide Web. Okay, World Wide Web ഡേറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് ഇത് HTTP പ്രോട്ടോക്കോൾ. ഓക്കെ, ഡേറ്റ ട്രാൻസ്മിഷന് വേണ്ടി അല്ല ഡേറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് നമ്മുടെ വേൾഡ് വൈഡ് വെബിൽ വെബ് പേജസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് ഇത് HTTP, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. എന്താണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ? ഓക്കെ, HTTP is a connectionless protocol. ഇതൊരു കണക്ഷൻലെസ് പ്രോട്ടോക്കോൾ ആണ്. The connection between client and server exists only during the current request and response time only. അതായത് നമ്മൾ ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ HTTP എന്ത് ചെയ്യുന്നു? ആ റിക്വസ്റ്റിനനുസരിച്ച് പ്രോസസ്സ് ചെയ്ത് നമുക്ക് ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നീട് അതിൻ്റെ ഹിസ്റ്ററി ഒന്നും എന്ത് ചെയ്യത്തില്ല, അവിടെ സേവ് ചെയ്ത് വെക്കുന്നില്ല. ഓരോ റിക്വസ്റ്റും ഒരു പുതിയ റിക്വസ്റ്റായിട്ട് എന്ത് ചെയ്യുന്നു? എക്സിക്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു പ്രോട്ടോക്കോളാണ് HTTP പ്രോട്ടോക്കോൾ. ഓരോ റിക്വസ്റ്റിനെയും എന്താണ് ഒരു പുതിയ റിക്വസ്റ്റായിട്ട് കണ്ട, കാരണം അതിൻ്റെ ബാക്ക് ഹിസ്റ്ററി ഒന്നും നമ്മുടെ സെർച്ച് ചെയ്ത സെർച്ച് ഹിസ്റ്ററിയോ അതൊന്നും ബേസ് ചെയ്തിട്ടല്ല HTTP പ്രോട്ടോക്കോൾ വർക്ക് ചെയ്യുക. അതുകൊണ്ടാണ് ഇതിനെ ഒരു കണക്ഷൻലെസ് പ്രോട്ടോക്കോൾ എന്ന് പറയുക. ദ കണക്ഷൻ ബിറ്റ്വീൻ ക്ലയൻറ്റ് ആൻഡ് സെർവർ എക്സിസ്റ്റ് ഓൺലി ഡ്യൂറിങ് ദി കറണ്ട് റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ് ടൈം. ഒരു റിക്വസ്റ്റ് കൊടുത്തു, റെസ്പോൺസ് ചെയ്തു, അതിന് ശേഷം എന്ത് ചെയ്താൽ പിന്നീട് ക്ലയൻറ്റ് ആൻഡ് സെർവർ തമ്മിൽ കണക്ഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ളൊരു പ്രോട്ടോക്കോളിനെയാണ് HTTP പ്രോട്ടോക്കോൾ എന്ന് പറയുക. ഓക്കെ, HTTP ട്രാൻസ്ഫർ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ആക്സസ് ദി ഡേറ്റ ഓൺ ദി വേൾഡ് വൈഡ് വെബ്, അല്ലെങ്കിൽ വേൾഡ് വൈഡ് വെബിൻ്റെ ഫൗണ്ടേഷൻ എന്നറിയപ്പെടുന്ന പ്രോട്ടോക്കോളാണ് ഇത് HTTP പ്രോട്ടോക്കോൾ. ഓക്കെ, ഫൗണ്ടേഷൻ ഓഫ് വേൾഡ് വൈഡ് വെബ്. ഓക്കെ, വേൾഡ് വൈഡ് വെബിൻ്റെ ഫൗണ്ടേഷൻ എന്നറിയപ്പെടുന്ന പ്രോട്ടോക്കോളാണ് ഇത് HTTP പ്രോട്ടോക്കോൾ. ഒക്കെ ഫൗണ്ടേഷൻ ഓഫ് വേൾഡ് വൈഡ് വെബ്. എന്താണ് HTTP പ്രോട്ടോക്കോൾ? ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് വേൾഡ് വൈഡ് വെബ്. ഓക്കെ ആണല്ലോ. അപ്പം HTTP സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഇറ്റ് ഈസ് എ പ്രോട്ടോക്കോൾ യൂസ്ഡ് ടു ആക്സസ് ദി ഡേറ്റ ഓൺ ദി World Wide Web. Okay, it is a connectionless protocol. It is the foundation of World Wide Web. Okay, then next one HTTPS. Okay, this is the previous question. The question is in HTTPS, S stands for dash. Okay, HTTPS, S stands for dash. Okay, HTTP vara namakariya alle. HTTP vara namakariya endana? HTTP വരെ അറിയാം, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ആണെന്ന് അറിയാം. ഓക്കെ,
ഇതിൽ എസ് എന്താണ്? സെക്യൂർ ആണ്. എന്താണ് സെക്യൂർ? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, മറന്നു പോകല്ല. എസ് സ്റ്റാൻഡ്സ് ഫോർ സെക്യൂർ. എസ് സ്റ്റാൻഡ്സ് ഫോർ സെക്യൂർ അല്ലേ? എന്താണ് സെക്യൂർ? എസ് സ്റ്റാൻഡ്സ് ഫോർ സെക്യൂർ. ഓക്കെ, ഇറ്റ് ഈസ് ദ സെക്യൂർ ഫോം ഓഫ് HTTP പ്രോട്ടോകോൾ. അതായത് HTTP പ്രോട്ടോകോൾ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ്. ഏത്? HTTPS എന്ന് പറയുന്നത്. ഓക്കെ, HTTP പ്രോട്ടോകോളിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ് HTTPS. എസ് എന്ന് പറയുമ്പോൾ സെക്യൂർ ആണ്. സെക്യൂർ എന്ന് വരാൻ കാരണം എന്തായിരിക്കും? HTTPS പ്രോട്ടോകോൾ ഉപയോഗിച്ചിട്ടുള്ള ഡേറ്റ ട്രാൻസ്മിഷൻ എന്ന് പറയാം ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റ ട്രാൻസ്മിഷൻസ് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? HTTPS പ്രോട്ടോകോൾ യൂസ് ചെയ്യുക. ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഓൺലൈൻ ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ HTTPS പ്രോട്ടോകോൾ യൂസ് ചെയ്യുക. നമ്മൾ ഇതിന് ലിങ്ക് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, URL http:/ കാണാറുണ്ട് ചിലതിൽ https:/ പിന്നെ www. എന്താണോ ഇങ്ങനെയാണ് കാണാറ് URL അല്ലേ? അപ്പം HTTP എന്ന് പറയുമ്പോൾ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, HTTPS എന്ന് പറയുമ്പോൾ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. എസ് ഫോർ സെക്യൂർ, അതായത് commonly used to protect highly confidential ഓൺലൈൻ ട്രാൻസാക്ഷൻ. ഓക്കെ, ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഓൺലൈൻ ട്രാൻസാക്ഷൻ, എസ്പെഷ്യലി പറയാൻ നമ്മുടെ ബാങ്കിങ് ട്രാൻസാക്ഷൻ ഉണ്ടല്ലോ, മണി ട്രാൻസാക്ഷൻസ്, ഇതൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? HTTPS പ്രോട്ടോകോൾ യൂസ് ചെയ്യുക. ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്യൂർ ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഡേറ്റ ഉള്ള ട്രാൻസാക്ഷൻസ്, അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ടാണ് HTTPS യൂസ് ചെയ്യുക. ഇറ്റ് മീൻസ് all communication between the browser and the server and the website is encrypted. ഓക്കെ, ഡേറ്റയെ എൻക്രിപ്റ്റ് ചെയ്തിട്ടായിരിക്കും സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് കൊടുക്കുക. ഡേറ്റ, അതായത് ഒരു സെൻഡർ റിസീവറിലേക്ക് ഡേറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് അതിനെ എൻക്രിപ്റ്റ് ചെയ്തിട്ടായിരിക്കും. കാരണം വേറെ ആരെങ്കിലും ഇടയ്ക്ക് ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യരുത്? ഡേറ്റ ഹാക്ക് ചെയ്യപ്പെടരുത് അല്ലേ? അപ്പം സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്കായിരിക്കും, മറ്റൊരാൾക്ക് ആക്സസിബിൾ ആവുന്ന രീതിയിലല്ല, അതിനെ എൻക്രിപ്റ്റ് ചെയ്തിട്ടായിരിക്കും റിസീവറിലേക്ക് കൊടുക്കുക. റിസീവർ എന്ത് ചെയ്യുന്നു? അതിനെ റിസീവ് ചെയ്ത് ഡീക്രിപ്റ്റ് ചെയ്തിട്ടായിരിക്കും ഒറിജിനൽ ഡേറ്റയായിട്ട് മാറ്റുക. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ളതാണ് HTTPS എന്ന് പറയുക. HTTPS സ്റ്റാൻഡ്സ് ഫോർ സെക്യൂർ. ഇറ്റ് ഈസ് ദ സെക്യൂർ ഫോം ഓഫ് HTTP പ്രോട്ടോകോൾ. ഇറ്റ് മീൻസ് ഓൾ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദി ബ്രൗസർ ആൻഡ് ദി സെർവർ ആൻഡ് ദി വെബ്സൈറ്റ് ഈസ് എൻക്രിപ്റ്റഡ്. ഒക്കെ, എൻക്രിപ്റ്റ് ചെയ്തിട്ടായിരിക്കും ഡേറ്റയെ സെൻഡ് ചെയ്യുക. അതുപോലെ ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഓൺലൈൻ ട്രാൻസാക്ഷൻസിനാണ് നമ്മൾ HTTPS പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത പ്രോട്ടോകോൾ ആണ് SMTP പ്രോട്ടോകോൾ. എന്താണ് SMTP പ്രോട്ടോകോൾ? ഓക്കെ, എല്ലാവർക്കും പ്രോട്ടോകോൾസ് മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ്? ഓക്കെ, പ്രോട്ടോകോൾസ് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഓക്കെ, SMTP സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. എന്താണ് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ? ഓക്കെ, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് SMTP പ്രോട്ടോകോൾ? ഓക്കെ, SMTP പ്രോട്ടോകോൾ സിമ്പിൾ ഫുൾ ഫോം പഠിച്ചിരിക്കുക ആദ്യം തന്നെ. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഒക്കെ, എന്താണ്? പ്രോട്ടോകോൾ വിച്ച് ഈസ് യൂസ്ഡ് ടു സെൻഡ് ഇമെയിൽസ്. ഓക്കെ, ഇമെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളിനെയാണ് എന്തെന്ന് പറയുക? SMTP പ്രോട്ടോകോൾ. പ്രോട്ടോകോൾ വിച്ച് ഈസ് യൂസ്ഡ് ടു സെൻഡ് ഇമെയിൽസ്. ഓക്കെ, പ്രോട്ടോകോൾ വിച്ച് ഈസ് യൂസ്ഡ് ടു സെൻഡ് ഇമെയിൽസ്. ഇമെയിൽസ് സെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളിനെയാണ് SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഓക്കെ, ഇതുവരെയുള്ള ഫുൾ ഫോം ഒക്കെ ഓർത്തിരിക്കുന്നുണ്ടോ? TCP ട്രാൻസ്മിഷൻ കൺട്രോൾ, UDP യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോകോൾ, HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, HTTPS ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, സെക്യൂർ FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. എല്ലാ എക്സ്പാൻഷനും പഠിച്ചിരിക്കുക. ഇപ്പം നമ്മൾ പഠിച്ചു എന്താണ് SMTP. ഓക്കെ, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഇമെയിൽസ്
സെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് SMTP പ്രോട്ടോക്കോൾ. ഇമെയിൽ സെൻഡ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് SMTP പ്രോട്ടോക്കോൾ. ഓക്കെ, ഓർത്തിരിക്കുക. ഇറ്റ് ക്യാൻ ഓൺലി ബി യൂസ്ഡ് ടു സെൻഡ് മെയിൽസ്, not to receive them. ഓക്കെ, എന്താണ്? ഇറ്റ് ക്യാൻ ഓൺലി ബി യൂസ്ഡ് ടു സെൻഡ് മെയിൽസ്. ഓക്കെ, മെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ SMTP പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുക. റിസീവ് ചെയ്യാൻ വേണ്ടി SMTP പ്രോട്ടോക്കോൾ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സെൻഡ് ചെയ്യാൻ വേണ്ടി, മെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് SMTP പ്രോട്ടോക്കോൾ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇമെയിൽ റിസീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 2 പ്രോട്ടോക്കോളാണ് POP3 ആൻഡ് IMAP. POP3, okay, POP, POP3, it's a third version. POP3 and IMAP. Okay, POP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസ്, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ. എന്താണ്? പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ. പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ, POP എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ. ദെൻ IMAPയുടെ ഫുൾ ഫോം പഠിച്ചിരിക്കുക. IMAP ഇന്റർനെറ്റ് മെസ്സേജ്, ഓക്കെ, ആക്സസ്, P എന്തായിരിക്കും? പ്രോട്ടോക്കോൾ. ഓക്കെ, ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോക്കോൾ. ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോക്കോൾ. ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോക്കോൾ, അതാണ് എന്ത്? IMAP, ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോക്കോൾ. POP3 എന്താണ്? POP എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ. ഓക്കെ, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ 3യും IMAP ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോക്കോൾ, ഈ 2 പ്രോട്ടോക്കോൾസുമാണ് ഇമെയിലിനെ റിസീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത്. ഓക്കെ, അപ്പോൾ POP3 പ്രോട്ടോക്കോൾസ് ഉപയോഗിച്ചിട്ടും ഇമെയിൽസ് സെൻഡ് ചെയ്യാൻ പറ്റില്ല. IMAP ഉപയോഗിച്ചിട്ടും ഇമെയിൽ സെൻഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ റിസീവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ 3 പ്രോട്ടോക്കോളും കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. ഇമെയിൽസ് സെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഇമെയിൽസ് റിസീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് POP3, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ ആൻഡ് IMAP, ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോക്കോൾ. ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോക്കോൾ. ഓക്കെ, POP അല്ലേ, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ, IMAP ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോക്കോൾ. ഓക്കെ, ഇത്ര ഓക്കെ ആണല്ലോ. ദെൻ ലാസ്റ്റ് വൺ ARP. ഓക്കെ, ലാസ്റ്റ് ഈ പേജിലൊക്കെ ARP അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. എന്താണ്? അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. അഡ്രസ് റെസൊല്യൂഷൻ, ARP, അഡ്രസ് റെസൊല്യൂഷൻ, P പ്രോട്ടോക്കോൾ. അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ എന്താണ്? നമ്മൾ IP അഡ്രസ്സ് പഠിച്ചായിരുന്നു അല്ലേ? IP അഡ്രസ്സിനെ അതിൻ്റെ കറസ്പോണ്ടിങ് MAC അഡ്രസ്സിലേക്ക്, MAC അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അഡ്രസ്സാണ്. ഓക്കെ, ഒരു നോഡിൻ്റെ, അതായത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിങ്ങിൽ ഓരോ നോഡിനും അസൈൻ ചെയ്യുന്ന ഒരു യുണീക്ക് നെറ്റ്വർക്ക് അസൈൻ ചെയ്യുന്ന അഡ്രസ്സാണ് IP അഡ്രസ്സ് എന്ന് പറയുന്നു. ഇതിൻ്റെ ഓൾറെഡി ഉള്ള ഹാർഡ്വെയർ അഡ്രസ്സ് ഒക്കെ ഉണ്ട്. ഈ ഹാർഡ്വെയർ അഡ്രസ്സിനെയാണ് നമ്മൾ ഫിസിക്കൽ അഡ്രസ്സ് അല്ലെങ്കിൽ MAC അഡ്രസ്സ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഒരു IP അഡ്രസ്സിനെ അതിൻ്റെ കറസ്പോണ്ടിങ് MAC അഡ്രസ്സിലേക്ക് അല്ലെങ്കിൽ ഫിസിക്കൽ അഡ്രസ്സിലേക്ക് അല്ലെങ്കിൽ ഹാർഡ്വെയർ അഡ്രസ്സിലേക്ക് മാപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് ARP. ഓക്കെ, അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. ഓക്കെ, ആ സിസ്റ്റത്തിൻ്റെ ഹാർഡ്വെയർ അഡ്രസ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ അഡ്രസ്സിലേക്ക് മാപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് ARP, അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. ഓക്കെ, കൺവേർട്ട് IP അഡ്രസ് ടു കറസ്പോണ്ടിങ് MAC IP അഡ്രസ്സിനെ ആ സിസ്റ്റത്തിൻ്റെ കറസ്പോണ്ടിങ് ഫിസിക്കൽ അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി മാപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് ARP, അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. ഓക്കെ, ദെൻ RARP. ഓക്കെ, RARP എന്ന് പറയുമ്പോൾ ARP എന്താണ്? അഡ്രസ് റെസൊല്യൂഷൻ. ഇപ്പോൾ R വരുമ്പോൾ എന്താണ്? റിവേഴ്സ് ആണ്. ഓക്കെ, RARP റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. ഓക്കെ, ഇത് കൺവേർട്ട് നേരെ തിരിച്ച് അല്ലേ, അത് ഫിസിക്കൽ അഡ്രസ്സിനെ അതിൻ്റെ IP അഡ്രസ്സിലേക്ക് തിരിച്ച് മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇത് റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. ഫിസിക്കൽ അഡ്രസ്സിനെ അല്ലെങ്കിൽ MAC അഡ്രസ്സിനെ അതിൻ്റെ കറസ്പോണ്ടിങ് IP അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ആര്? RARP, റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. റിവേഴ്സ് അഡ്രസ്
റെസൊല്യൂഷൻ പ്രോട്ടോകോൾ. ഓക്കെ, പ്രോട്ടോകോൾസ് ഫസ്റ്റ് വൺ TCP, UDP, FTP, then HTTP, then HTTPS, then വേറെന്തായിരുന്നു പഠിച്ചത്? SMTP, POP3, IMAP, Internet Message Access Protocol, then ARP, then RARP. ഓക്കെ, പിന്നെ വേറൊന്നുണ്ട് WAP. ഓക്കെ, വയർലെസ് ആക്സസ് പ്രോട്ടോകോൾ ആണ് ഫുൾ ഫോം. ഓക്കെ, വയർലെസ് ആക്സസ് പ്രോട്ടോകോൾ. ഓക്കെ, നമ്മുടെ മൊബൈൽ ഫോൺസിലൊക്കെ ഡേറ്റ ട്രാൻസ്മിഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് WAP, വയർലെസ് ആക്സസ് പ്രോട്ടോക്കോൾ. ഓക്കെ, പ്രോട്ടോകോൾസ് വേറെ ഒരുപാടുണ്ട്. ഏറ്റവും മെയിൻ ആയിട്ടുള്ള കുറച്ച് പ്രോട്ടോകോൾസാണ് നമ്മൾ പഠിച്ചത്. WAP ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, വയർലെസ് ആക്സസ് പ്രോട്ടോകോൾ. എന്താണ് വയർലെസ് ആക്സസ് പ്രോട്ടോകോൾ? ഓക്കെ, TCP എന്താണ്? ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. ഇറ്റ് ഈസ് എ കണക്ഷൻ ഓറിയന്റഡ് ആൻഡ് റിലയബിൾ പ്രോട്ടോകോൾ. UDP, യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോകോൾ. ഇറ്റ് ഈസ് എ കണക്ഷൻലെസ് ആൻഡ് അൺറിലയബിൾ പ്രോട്ടോകോൾ. ദെൻ FTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഓക്കെ, ഫയൽസിനെ ഒരു സെർവറിൽ നിന്നും നമ്മുടെ റിമോട്ട് സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻറ്റ് സിസ്റ്റത്തിലേക്ക് ഫയലുകളെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി അല്ലെ ഫയലുകളെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു FTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ദെൻ HTTP, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, ഇസ് എ ഫൗണ്ടേഷൻ ഓഫ് വേൾഡ് വൈഡ് വെബ് അല്ലെ. ഇറ്റ് ഈസ് ഓൾസോ എ കണക്ഷൻലെസ് പ്രോട്ടോകോൾ. ദെൻ HTTPS, ഇറ്റ് ഈസ് എ സെക്യൂർ version of HTTP protocol. S stands for secure. It is used for highly confidential online transactions. Communication between the sender and receiver is encrypted അല്ലേ, encrypted ഫോമിലാണ്. ദെൻ SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. എന്തിനാണ്? ഇമെയിൽസ് സെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. POP3 ആൻഡ് IMAP. ഓക്കെ, POP പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ, IMAP ഇൻ്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ. രണ്ടും ഇമെയിൽസിനെ റിസീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ARP എന്താണ്? അഡ്രസ് റിസൊല്യൂഷൻ പ്രോട്ടോകോൾ. RARP, റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ. നമ്മൾ പറഞ്ഞു IP അഡ്രസ്സിനെ MAC അഡ്രസ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. MAC അഡ്രസ്സിനെ തിരിച്ച് IP അഡ്രസ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ. പിന്നെ നമ്മുടെ വയർലെസ് ഡിവൈസുകളിൽ യൂസ് ചെയ്യുന്നതാണ് WAP, വയർലെസ് ആക്സസ് പ്രോട്ടോകോൾ. ഓക്കെ, അപ്പം പ്രോട്ടോകോൾസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പ്രോട്ടോകോൾസ്. ഓക്കെ, വാട്ട് ഈസ് MAC? ഓക്കെ, MAC അഡ്രസ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നമ്മൾ ഫിസിക്കൽ അഡ്രസ്സ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ നെറ്റ്വർക്കിങ്ങിൽ അസൈൻ ചെയ്യുന്ന ഓരോ നോഡുകൾക്കും ആ നെറ്റ്വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു അഡ്രസ്സ്, നെറ്റ്വർക്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ IP അഡ്രസ്സ് എന്ന് പറയുക. ഈ ഓരോ ഹാർഡ്വെയർ ഡിവൈസിനും ഉള്ളൊരു ഫിസിക്കൽ അഡ്രസ്സ് ഉണ്ട്. ഇതിനെയാണ് എന്ന് പറയുക MAC അഡ്രസ്സ് എന്ന് പറയുക. അതിൻ്റെ ഫിസിക്കൽ അഡ്രസ്സിനെയാണ് MAC അഡ്രസ്സ് എന്ന് പറയുക. ഇത് നെറ്റ്വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്ന അഡ്രസ്സാണ് ഇത് IP അഡ്രസ്സ്. അതിൻ്റെ ഫിസിക്കൽ അഡ്രസ്സാണ് MAC. MAC എന്ന് പറഞ്ഞാൽ മീഡിയ ആക്സസ് കൺട്രോൾ എന്നാണ്, അല്ലെങ്കിൽ മെഷീൻ അഡ്രസ് കോഡ്. ഓക്കെ, ഇതാണ് ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ MAC അഡ്രസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഓക്കെ, ഇനി നമ്മൾ നെറ്റ്വർക്കിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇപ്പോൾ ഒന്ന് ജസ്റ്റ് കഴിഞ്ഞത്. ഇനി നമ്മൾ ഓൾറെഡി നമ്മൾ മെയിൻ ടോപ്പിക്സ്, നമ്മുടെ ബേസിക്സിലുള്ള കുറച്ച് കാര്യങ്ങൾ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കുറച്ച് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ, ഇതൊക്കെ ഒന്ന് കവർ ചെയ്യാനുണ്ട്. അതെന്താണെന്നൊന്ന് പറഞ്ഞു പോവാം. ഓക്കെ, ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ. ഓക്കെ, എല്ലാവർക്കും അറിയാം അല്ലേ എന്താണ് ഹാർഡ്വെയർ, എന്താണ് സോഫ്റ്റ്വെയർ അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹാർഡ്വെയർ എന്താണ്, സോഫ്റ്റ്വെയർ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, എന്താണ് ഹാർഡ്വെയർ? Hardware refers to the physical components of the computer or a machine that we can see and touch. അല്ലേ, നമുക്ക് കാണാനും അല്ല ടച്ച് ചെയ്യാനും സാധിക്കുന്ന ഭാഗങ്ങളെ ഹാർഡ്വെയർ എന്നും, അല്ലാത്ത അല്ലേ നമുക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, ഡോക്യുമെൻറ്റേഷൻസ്, അങ്ങനെയുള്ളതിൻ്റെ അല്ലെങ്കിൽ പ്രോഗ്രാംസ് അല്ലേ, നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന പ്രോഗ്രാമുകളെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്നും പറയുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എന്താണ്? ഓക്കെ, നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന കുറേ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ അല്ല ഡോക്യുമെൻറ്റേഷൻസിനെയൊക്കെ നമ്മൾ സോഫ്റ്റ്വെയർ എന്നും, പിന്നെ ഹാർഡ്വെയർ റെഫേഴ്സ് ടു ദ ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് എ മെഷീൻ. നമ്മൾ ഫിസിക്കൽ മോണിറ്റർ ഒരു ഹാർഡ്വെയർ ആണ് അല്ലേ. ദെൻ കീബോർഡ് ഹാർഡ്വെയർ ആണ്. പിന്നെ നമ്മുടെ മൗസ്, മദർ ബോർഡ്, ഇതെല്ലാം എന്താണ് ഹാർഡ്വെയർ കമ്പോണൻസ് ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ സോഫ്റ്റ്വെയറിന് കുറച്ച് എക്സാമ്പിൾ കമൻറ്റ് ചെയ്യാമോ?
സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ കമൻറ്റ് ചെയ്യാമോ? സോഫ്റ്റ്വെയറിന് കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് സോഫ്റ്റ്വെയറുകൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി built in software that perform basic computer hardware functions. ഓക്കെ, ഇതാണ് ബയോസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക് സോഫ്റ്റ്വെയർ ദാറ്റ് പെർഫോം ബേസിക് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഫങ്ഷൻസ്. ഇതാണ് ബയോസ്. ബയോസിൻ്റെ ഫുൾ ഫോം എന്താ? BIOS. ബയോസ്, ബേസിക് ഇൻപുട്ട്. ഓക്കെ, ഇത് എക്സ്പാൻഷൻ ചോദിച്ചതാണ്, ഓർത്തിരിക്കുക. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, ഇതാണ് ബയോസ്. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ആണെന്ന് പറയുന്നത് ബയോസ്. ബയോസ് സ്റ്റാൻഡ്സ് ഫോർ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. എന്താണ്? ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ആണ് ബയോസ്. ഓക്കെ, അതായത് നമ്മൾ ഒരു കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇതിലേക്ക് ലോഡ് ചെയ്യുന്ന പ്രോഗ്രാമാണ് ഏത്? ബയോസ്. ഓക്കെ, അതായത് നമ്മുടെ സിസ്റ്റം ഓൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആദ്യം തന്നെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്ന പ്രോഗ്രാമിനെയാണ് നമ്മൾ ബയോസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സിസ്റ്റമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, ഹാർഡ്വെയർ കമ്പോണൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പം അതെല്ലാം പ്രോപ്പറായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി അതിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ള പ്രോഗ്രാമിനെയാണ് അതെന്ന് പറയുക, ഒരു ബിൽട്ട് ഇൻ പ്രോഗ്രാമിനെയാണ് നമ്മൾ ബയോസ് എന്ന് പറയുക. ബയോസിൻ്റെ ഫുൾ ഫോം മറന്നു പോകരുത്. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ഓക്കെ, ബിൽട്ട് ഇൻ സോഫ്റ്റ്വെയർ ദാറ്റ് പെർഫോം ബേസിക് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഫങ്ഷൻസ്. ഓക്കെ, ബേസിക് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഫങ്ഷൻസ്. ഓക്കെ, ഫസ്റ്റ് സോഫ്റ്റ്വെയർ പ്രോഗ്രാം വിച്ച് റൺസ് വെൻ ദ കമ്പ്യൂട്ടർ ഈസ് ടേൺഡ് ഓൺ. നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ തന്നെ ലോഡ് ചെയ്യുന്ന ഫസ്റ്റ് സോഫ്റ്റ്വെയർ പ്രോഗ്രാം ആണ് ഏത്? ബയോസ്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സോഫ്റ്റ്വെയർ പ്രോഗ്രാം വിച്ച് റൺസ് വെൻ ദ കമ്പ്യൂട്ടർ ഈസ് ടേൺഡ് ഓൺ. ഓക്കെ, നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ തന്നെ ലോഡ് ചെയ്യുന്ന ഫസ്റ്റ് സോഫ്റ്റ്വെയർ പ്രോഗ്രാം ആണ് ഏത്? ബയോസ്. ഓക്കെ, ഓക്കെ, ആരും സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ഒന്നും കമൻറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ദെൻ ബയോസ്, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ഓക്കെ, ഇതിൻ്റെ ഫുൾ ഫോം ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചതാണ്. ഓക്കെ, ഇതെന്താ ഒരു ബിൽട്ട് ഇൻ സോഫ്റ്റ്വെയർ ആണ് അല്ലേ? കമ്പ്യൂട്ടറിൻ്റെ, അതായത് നമ്മുടെ പെരിഫറൽസ് കമ്പോണൻറ്റുകളെ ഒന്ന് കൺട്രോൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി കറക്റ്റായ രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ട് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ ഓരോ പ്രവർത്തനവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരു റിട്ടൺ പ്രോഗ്രാമാണ് ഇത് ഈ ബയോസ് എന്ന് പറയുന്നത്, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. അതുപോലെ തന്നെ ഒരു ടേം ഓർത്തിരിക്കുക, ഫേംവെയർ. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഫേംവെയർ. ഓക്കെ, എന്താണ് ഫേംവെയർ എന്ന് പറയാമോ? ഓക്കെ, ഫേംവെയർ കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഫേംവെയർ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഫേംവെയർ അതായത് ഇത്രയേ ഉള്ളൂ, പ്രോഗ്രാം സ്റ്റോർഡ് ഇൻ റോം. ഓക്കെ, റോമിൽ സ്റ്റോർ ചെയ്യുന്ന പ്രോഗ്രാമുകളെ, അതായത് നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായ നമുക്ക് എപ്പോഴും സാധാരണ റോമിൽ സ്റ്റോർ ചെയ്യുന്ന പ്രോഗ്രാമുകളെല്ലാം എന്താണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്, സിസ്റ്റം പ്രോഗ്രാമുകളാണ് അല്ലേ? അതായത് സിസ്റ്റത്തിന് അതിൻ്റെ ബേസിക് ഫങ്ഷണാലിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് വിൻഡോസ് 10. ഓക്കെ, വിൻഡോസ് 10 ഈസ് എക്സാമ്പിൾ ഓഫ് സോഫ്റ്റ്വെയർ. ഓക്കെ, ഗുഡ്. ഓക്കെ, വിൻഡോസ് 10 എന്താണ്? ഒരു സോഫ്റ്റ്വെയർ ആണ് അല്ലേ? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, അതൊരു സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ദെൻ ഫേംവെയർ എന്ന് പറയുമ്പോൾ എന്താണ്? റോമിൽ സ്റ്റോർ ചെയ്യുന്ന പ്രോഗ്രാംസിനെയാണെന്ന് പറയുക. ഓക്കെ, സ്റ്റോർ ചെയ്യുന്ന പ്രോഗ്രാംസിനെ, ഒക്കെ റോമിൽ സ്റ്റോർ ചെയ്യുന്ന പ്രോഗ്രാംസിനെയാണ് നമ്മൾ ഫേംവെയർ എന്ന് പറയുക. അതായത് റോമിൽ സ്റ്റോർ ചെയ്യുന്നത് ഫിക്സഡ് പ്രോഗ്രാമുകളാണ്, നമുക്ക് എറേസബിൾ ആയിട്ടുള്ള പ്രോഗ്രാമുകളായിരിക്കില്ല ഇവിടെ സ്റ്റോർ ചെയ്ത, റോമിൽ സ്റ്റോർ ചെയ്യുക. അതായത് സിസ്റ്റത്തിന് അതിൻ്റെ ബേസിക് ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ ആവശ്യമായ പ്രോഗ്രാമുകളാണ് റോമിൽ സ്റ്റോർ ചെയ്യുന്നത് അല്ലേ? കാരണം എന്താണ്? അവിടെ എപ്പോഴും പെർമനന്റ് സ്റ്റോറേജ് ഓഫ് ഡേറ്റയാണ് റോം, റീഡ് ഓൺലി മെമ്മറി. നമുക്ക് ഡേറ്റയെ റീറൈറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഓക്കെ, അപ്പം അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ, ഇൻ്റർനെറ്റ് ബ്രൗസർ. ഓക്കെ, ഗുഡ്. ഇൻ്റർനെറ്റ് ബ്രൗസർ എന്താണ്? ഒരു സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പം ഫേംവെയർ എന്ന് പറഞ്ഞാൽ റോമിൽ സ്റ്റോർ ചെയ്ത ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രോഗ്രാം സ്റ്റോർഡ് ഇൻ റോം ഈസ് കോൾഡ് ഡാഷ്. എന്താണ്? ഫേംവെയർ. ഓക്കെ, ഫേംവെയർ. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, സോഫ്റ്റ്വെയർ അവൈലബിൾ ഓൺ ഹാർഡ്വെയർ. ഓക്കെ, സോഫ്റ്റ്വെയർ അവൈലബിൾ ഓൺ ഹാർഡ്വെയർ, ഇങ്ങനെയും ഫേംവെയറിനെ പറയാറുണ്ട്. അതായത്
റോം എന്ന് പറയുന്ന ഒരു ഹാർഡ്വെയർ കമ്പോണൻ്റ് ആണ്, ഒരു മെമ്മറി കമ്പോണൻ്റ് ആണ്. അതിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇത് ഫേംവെയർ. ഓക്കെ, സോഫ്റ്റ്വെയർ അവൈലബിൾ ഓൺ ഹാർഡ്വെയർ ഈസ് കോൾഡ് ഫേംവെയർ. അതല്ലെങ്കിൽ റോമിൽ സ്റ്റോർ ചെയ്യുന്ന പ്രോഗ്രാമുകളെ, റോമിൽ സ്റ്റോർ ചെയ്യുന്ന പ്രോഗ്രാമുകൾ എങ്ങനെയാണ്? സിസ്റ്റം പ്രോഗ്രാമുകളാണ് അല്ലേ. സിസ്റ്റം പ്രോഗ്രാം സിസ്റ്റത്തിൻ്റെ ബേസിക് ഫങ്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ആവശ്യമായ പ്രോഗ്രാമുകളാണ് നമ്മൾ റോമിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന പ്രോഗ്രാമുകൾക്ക് പറയുന്ന പേരാണ് ഫേംവെയർ. ബയോസ് എന്താണ്? This is a built-in software that perform basic computer hardware functions. Okay, ഈ ബയോസ് എന്ത് തന്നെയാണ്? ഒരു ഫേംവെയർ ആണല്ലേ. ബയോസും ഒരു ഫേംവെയർ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഫസ്റ്റ് സോഫ്റ്റ്വെയർ പ്രോഗ്രാം വിച്ച് റൺസ് വെൻ ദ കമ്പ്യൂട്ടർ ഈസ് ടേൺ ഓൺ. കമ്പ്യൂട്ടർ ടേൺ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാമാണ് ഏത്? ബയോസ്. ഫുൾ ഫോം മറന്നു പോകരുത്. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോവുകയാണ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ. ഓക്കെ, ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ്? നമ്മൾ ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് 2 ടൈപ്പ് സോഫ്റ്റ്വെയർ ആണുള്ളത്. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയർ, 2 ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓക്കെ, 2 ടൈപ്പ് സോഫ്റ്റ്വെയർ ഉണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർ. ഓക്കെ, ഫസ്റ്റ് വൺ സിസ്റ്റം സോഫ്റ്റ്വെയർ, സെക്കൻഡ് വൺ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. 2 ടൈപ്പ് സോഫ്റ്റ്വെയർ ഉണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയർ, 2 ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓക്കെ, സിസ്റ്റം സോഫ്റ്റ്വെയർ ആക്ട് ആസ് ദ ഇന്റർഫേസ് ബിറ്റ്വീൻ ദി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ ഓഫ് ദി കമ്പ്യൂട്ടർ. ഓക്കെ, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണ്? ഇറ്റ് ആക്ട് ആസ് ദ ഇന്റർഫേസ് ബിറ്റ്വീൻ ദി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ. ഓക്കെ, ഹാർഡ്വെയർ കമ്പോണൻസും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനും ഇടയിലുള്ള ഒരു ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു? സിസ്റ്റം സോഫ്റ്റ്വെയർ. കാരണം എന്താണ്? സിസ്റ്റത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് അല്ലേ. വേറാസ് ദ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആക്ട് ആസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ദി സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് എൻഡ് യൂസർ. ഓക്കെ, ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റ് അല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിനും നമ്മുടെ എൻഡ് യൂസർ നോർമൽ യൂസറിനും ഇടയിൽ ഉള്ള ഒരു ഇൻ്റർഫേസ് ആയിട്ട് ആര് ആക്ട് ചെയ്യുന്നു? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ മെയിൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ ആക്ട് ആസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം, വേറാസ് ദ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആക്ട് ആസ് എ ഇൻ്റർഫേസ് ബിറ്റ്വീൻ സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ദി എൻഡ് യൂസർ. ഓക്കെ, ഇത്രേ കാര്യമുള്ളൂ. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം. ഓക്കെ, നമ്മൾ ടേൺ ഓൺ ചെയ്തതിന് ശേഷം ഒരു സിസ്റ്റം നമ്മൾ ടേൺ ഓൺ ചെയ്യുന്നു. ഓക്കെ, ടേൺ ഓൺ ചെയ്യുമ്പം നമ്മുടെ യൂസർ ഇൻപുട്ട് കൊടുക്കുകയാണ് അല്ലേ. നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് എൻഡ് യൂസർ ഇൻട്രാക്ട് ചെയ്യുമ്പം നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റുകൾക്കനുസരിച്ച് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ അല്ലേ, ആ റിക്വസ്റ്റ് റിസീവ് ചെയ്യണം. നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇപ്പോൾ കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ കോഡിനെ റിസീവ് ചെയ്ത് ഡീകോഡ് ചെയ്ത് കമ്പ്യൂട്ടറിന് റീഡബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് മാറ്റി അതിനെ എക്സിക്യൂട്ട് ചെയ്ത് കറക്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് യൂസറിന് തിരിച്ചു തരണം. ഇത്രയും പ്രോസസ്സുകൾ അവിടെ നടക്കുന്നത് എന്താണ്? വേറൊരു സോഫ്റ്റ്വെയർ അതിനുള്ളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. ആ കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ഫങ്ഷൻസ് വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായ സോഫ്റ്റ്വെയറിനെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. അപ്പോൾ കുറേ ഇൻസ്ട്രക്ഷൻസ് എഴുതി വെച്ചേക്കാണ്. യൂസറിൽ നിന്ന് ഒരു റിക്വസ്റ്റ് വന്നാൽ അതിനെ റിസീവ് ചെയ്യുക, ഡീകോഡ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക, ഇതെല്ലാം 1 by 1 പ്രോസസ്സായിട്ട് നടക്കണം അല്ലേ. അപ്പോൾ അതെന്താണ്? ഈ റിട്ടേൺ പ്രോഗ്രാമുകളെ ബേസ് ചെയ്തിട്ടാണ് അതും വർക്ക് ചെയ്യുക. അപ്പോൾ അതിന് കമ്പ്യൂട്ടറിന് അതിൻ്റെ ബേസിക് ഫങ്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യമായ പ്രോഗ്രാമുകളെ നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും, ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് എന്താണ് കമ്പ്യൂട്ടറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മീഡിയമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു എന്ത്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. യൂസറിന് കമ്പ്യൂട്ടർ സിസ്റ്റമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ഇത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുക. ഓക്കെ, ഇനി ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ നമ്മൾ പറഞ്ഞു സിസ്റ്റത്തിന് അതിൻ്റെ ബേസിക് ഫങ്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റം സോഫ്റ്റ്വെയറിന് 2 എക്സാമ്പിളാണുള്ളത്. ഒന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഓക്കെ, ഒന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. 2 ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമുക്കറിയാം. MS ഓഫീസ് അല്ലേ, MS ഓഫീസ്, ടാലി, മീഡിയ പ്ലെയർ, നമ്മൾ മുമ്പ് പറഞ്ഞ വെബ് ബ്രൗസറുകൾ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷൻസും എന്താണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. യൂസർ ഫ്രണ്ട്ലി ആയിട്ട് യൂസറിന്
ഒരു സ്പെസിഫിക് ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ നമുക്ക് യൂസറിന്. ഇപ്പോൾ മീഡിയ പ്ലെയർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സ്പെസിഫിക് ടാസ്ക് ആണ് അല്ലേ, എന്താണ്, മീഡിയ ഫയലുകൾ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു അല്ലേ. അതുപോലെ തന്നെ MS ഓഫീസ് എന്ന് വെച്ചാൽ ഓഫീസ് സ്യൂട്ട് അല്ലേ, നമുക്ക് ഡോക്യുമെൻറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളെല്ലാം വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. എന്തൊക്കെയുണ്ട് അതിൽ, വേർഡ് പ്രോസസ്സറുണ്ട്, എക്സൽ ഉണ്ട് അല്ലേ, ദെൻ പവർ പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ യൂസറിന് അവരുടെ ആവശ്യാനുസരണം ഓരോ പ്രോസസ്സുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്ന യൂസറിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുക. അതിന് എക്സാമ്പിളാണ് MS ഓഫീസ്, മീഡിയ പ്ലേയേഴ്സ്, വെബ് ബ്രൗസേഴ്സ്, ടാലി, ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളെല്ലാം എന്തിന് എക്സാമ്പിളാണ്, ആൻറ്റിവൈറസ് പ്രോഗ്രാമുകൾ. ഓക്കെ, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി സിസ്റ്റം സോഫ്റ്റ്വെയറിൽ നമ്മൾ പറഞ്ഞു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ പറഞ്ഞു. ഓക്കെ, എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഓക്കെ, നമുക്ക് എക്സാമിന് ചോദിക്കാറുള്ളൊരു പോർഷനാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ആൻ interface between, okay, ഓർത്തിരിക്കുക, it acts as an interface between user and the computer hardware. Okay, നമ്മുടെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിന് യൂസറിനും ഇടയിലുള്ള ഒരു ഇന്റർഫേസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. It provides an environment to the user so that the user can perform its task convenient and efficient way അല്ലേ. അതായത് നമ്മളൊരു കമ്പ്യൂട്ടർ സിസ്റ്റം സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, സിസ്റ്റം സ്വിച്ച് ഓൺ ചെയ്തു, എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ OS ലോഡായിട്ട് വരുന്നു അല്ലേ. ആ OS ലോഡായി കഴിയുമ്പോഴാണ് നമുക്ക് ഡെസ്ക്ടോപ്പിൽ എന്താ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടുന്നത്. നമുക്ക് വർക്ക് ചെയ്യാൻ, യൂസറിന് കമ്പ്യൂട്ടറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഒരു എൻവയോൺമെൻറ്റ് അവിടെ കിട്ടുന്നത് എന്ത് വഴിയാണ്, ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വഴിയാണ്. അപ്പം യൂസറും കമ്പ്യൂട്ടർ ഹാർഡ്വെയറും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു എൻവയോൺമെൻ്റ് ആണ്, നമുക്ക് വർക്ക് ചെയ്യാൻ ഒരു എൻവയോൺമെൻറ്റ് വേണം. ഓക്കെ അല്ലേ, അങ്ങനെയുള്ളൊരു എൻവയോൺമെൻ്റ് ആണ് ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ച്, ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് നമ്മൾ ഓരോ പ്രോസസ്സുകളും, നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്തിനാണ്, ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. ഓക്കെ, അപ്പം യൂസറിനും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനും ഇടയിലുള്ളൊരു ഇൻ്റർഫേസ് ആണ്, അല്ലെങ്കിൽ ഒരു മീഡിയേറ്റർ ആണ് ആര്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓർത്തിരിക്കുക, ഇറ്റ് ആക്ട് ആസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ computer hardware and user, so the user can perform its task in convenient and efficient way. Okay, എക്സാമ്പിൾ നമുക്കറിയാം, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ ആണ് എന്തൊക്കെ, ഒന്ന് വിൻഡോസ്. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ദെൻ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആൻഡ്രോയിഡ്, മാക് OS, ഓക്കെ, യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡോസിൻ്റെ ഫുൾ ഫോം എന്താണ്, ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓർത്തിരിക്കുക, വിൻഡോസ്, ലിനക്സ്, ആൻഡ്രോയിഡ്, മാക് OS, യുണിക്സ്, ഡോസ്. ഓക്കെ, യുണിക്സ്, ഡോസ് ഇതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. പഠിച്ചിരിക്കുക, വിൻഡോസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലിനക്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആൻഡ്രോയിഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മാക് OS, യുണിക്സ്, ഡോസ്. ഈ ഡോസിൻ്റെ ഫുൾ ഫോം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഡോസ്, ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഡോസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്, ഇറ്റ് ആക്ട് ആസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദി കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനും യൂസറിനും ഇടയിൽ ഒരു ഇൻ്റർഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ആര്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പറ്റി പറഞ്ഞു. എന്താണ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഓക്കെ, ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ് അല്ലേ, മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഏത്, Windows operating system. Then who is the founder of Microsoft? Microsoftന്റെ ഫൗണ്ടർ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. Who is the founder of Microsoft? Okay, അപ്പോൾ വിൻഡോസിൻ്റെ പ്രത്യേകത എന്താണ്? It is the operating system developed by Microsoft. Okay, മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് വിൻഡോസ്. Okay, വിൻഡോസിൻ്റെ ഫസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് വിൻഡോസ് 1.0 ആയിരുന്നു. ലേറ്റസ്റ്റ് വേർഷൻ നമ്മൾ ഇന്നലെ പഠിച്ചതാണ് വിൻഡോസ് 10. ഓക്കെ, ലേറ്റസ്റ്റ് വേർഷനാണ്
വിൻഡോസ് 10. ഈ വിൻഡോസ് 10 ഡിഫോൾട്ട് ബ്രൗസറിൻ്റെ പേര് നമ്മൾ പഠിച്ചിരുന്നു, എഡ്ജ് അല്ലേ. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഇപ്പോൾ അറിയപ്പെടുന്നത് എന്താണ്? എഡ്ജ് എന്നാണ്. ഓക്കെ, പുറത്തിരിക്കുക. വിൻഡോസ് ഏത് കമ്പനി ഡെവലപ്പ് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്? മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതിൻ്റെ ഫസ്റ്റ് വേർഷനാണ് വിൻഡോസ് 1.0. ലേറ്റസ്റ്റ് വേർഷനാണ് വിൻഡോസ് 10. ഓക്കെ, എഡ്ജ് എന്തായിരുന്നു? നമ്മുടെ വിൻഡോസ് 10-നൊപ്പം അവൈലബിൾ ആയിട്ടുള്ള ഡിഫോൾട്ട് ബ്രൗസറാണ് എഡ്ജ്. അത് ഇന്നലെ നമ്മൾ വെബ് ബ്രൗസർ പഠിച്ചപ്പം പഠിച്ചതാണല്ലോ, എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ ഫൗണ്ടർ ആരാണ്? ഓക്കെ, ആൻസർ ചെയ്തിട്ടുണ്ട് ബിൽ ഗേറ്റ്സ് അല്ലേ. ബിൽ ഗേറ്റ്സ് രണ്ടുപേര് ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം മൈക്രോസോഫ്റ്റിൻ്റെ ഫൗണ്ടർ ആരാണ്? ബിൽ ഗേറ്റ്സ്. ഓക്കെ, രണ്ട് പേരുണ്ട്, ഓർത്തിരിക്കുക. ബിൽ ഗേറ്റ്സും ബിൽ ഗേറ്റ്സ് ആൻഡ് പോൾ അലൻ. ഓക്കെ, പോൾ അലൻ. ഓക്കെ, രണ്ട് പേരാണ് മൈക്രോസോഫ്റ്റിൻ്റെ ഫൗണ്ടേഴ്സ്, ബിൽ ഗേറ്റ്സ് ആൻഡ് പോൾ അലൻ. ഓക്കെ, ഓർത്തിരിക്കുക. ബിൽ ഗേറ്റ്സ് ഉണ്ട്, കൂടെ ഒരാളൂടെ ഉണ്ട്, ആ പേരോട് ഓർത്തിരിക്കുക, പോൾ അലൻ. ഓക്കെ, ആരാണ്? പോൾ അലൻ. ഓക്കെ, ഹു ആർ ദ ഫൗണ്ടേഴ്സ് ഓഫ് മൈക്രോസോഫ്റ്റ്? ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ചോദിക്കാം അല്ലേ, ഹു ആർ ദി ഫൗണ്ടേഴ്സ് ഓഫ് മൈക്രോസോഫ്റ്റ്? ബിൽ ഗേറ്റ്സ് ആൻഡ് പോൾ അലൻ. ബിൽ ഗേറ്റ്സ് എല്ലാവർക്കും അറിയാവുന്ന പേരാണ്, കൂടെ ഒരാളൂടെ ഉണ്ട്, ആരാണ്? പോൾ അലൻ. പോൾ അലൻ. ഓക്കെ, ബിൽ ഗേറ്റ്സ് ആൻഡ് പോൾ അലൻ. ഓക്കെ, അപ്പം വിൻഡോസിൻ്റെ പ്രത്യേകത എന്താണ്? മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ്. ഓക്കെ, മൈക്രോസോഫ്റ്റിൻ്റെ ഫൗണ്ടേഴ്സ് ആണ് ബിൽ ഗേറ്റ്സ് ആൻഡ് പോൾ അലൻ. ദെൻ വിൻഡോസ് 1.0 ലേറ്റസ്റ്റ് വെർഷനാണ് വിൻഡോസ് 10. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് ലിനക്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇത് എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പറ്റിയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ് അല്ലേ. എല്ലാവർക്കും അറിയാം ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് എ ഫ്രീ സോഫ്റ്റ്വെയർ. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് എ ഫ്രീ സോഫ്റ്റ്വെയർ. ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ് അല്ലെ, ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ്, ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, അടുത്തത് ഫസ്റ്റ് 64-bit സപ്പോർട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, ഫസ്റ്റ് 64 bits. ഓക്കെ, 64-bit ഡേറ്റ പ്രോസസ്സിംഗ് സപ്പോർട്ട് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, ഒന്ന് ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു. ഓക്കെ, ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇത്ര ഓർത്തിരിക്കുക, നമ്മൾ ഒരു സോഫ്റ്റ്വെയർ അത് എന്താണ്, നമുക്ക് യൂസറിന് ഷെയറബിൾ ആയിട്ട് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ഫ്രീ ആണെങ്കിൽ, ഫ്രീലി അവൈലബിൾ ആണെങ്കിൽ അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളെ പറയുന്ന പേരാണ് ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുക. ഓക്കെ, ഇനി ഇതിന് കോപ്പി റൈറ്റ്സ് ഉണ്ടെങ്കിലോ യൂസറിന് അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനോ കോപ്പി ചെയ്യാനോ ഷെയർ ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല എങ്കിൽ അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകൾക്ക് പറയുന്ന പേരാണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ. ഓക്കെ, PROPRIETARY. ഓക്കെ, പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് കനോട്ട് അലൗ ദ യൂസർ ടു കോപ്പി, ഷെയർ ഓർ ഡൗൺലോഡ് എനിത്തിങ്. ഓക്കെ, കോപ്പി ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഡൗൺലോഡ് ചെയ്യാനോ യൂസറിന് പെർമിഷൻ ഇല്ല, അതായത് പേയ്മെൻറ്റ് കൊടുക്കാതെ പെർമിഷൻ ഇല്ല എങ്കിൽ അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകൾക്ക് പറഞ്ഞു വരാണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ. ഓക്കെ, വിൻഡോസ് എന്താണ്? വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് വാങ്ങേണ്ട ഒരു സോഫ്റ്റ്വെയർ ആണ് ഇത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കാരണം അതിൻ്റെ എന്താണ്, കോപ്പി റൈറ്റ്സ് ഉണ്ടല്ലേ. നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ സോഫ്റ്റ്വെയർ നമുക്ക് അവൈലബിൾ ആകത്തുള്ളൂ. ചുമ്മാ നമുക്ക് കയറി ഡൗൺലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യാനോ അത് ഷെയർ ചെയ്യാനോ ഒന്നും പറ്റില്ല. അങ്ങനെ ചെയ്താൽ അത് വയലേഷൻ ആണല്ലേ. അപ്പം ഓർത്തിരിക്കുക, അങ്ങനെയുള്ള പേയ്മെൻറ്റ് വഴി അവൈലബിൾ ആകുന്ന സോഫ്റ്റ്വെയറുകളെയാണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറയുക. ഇതിൻ്റെ സോഴ്സ് കോഡ് നമുക്ക് വ്യൂ ചെയ്യാനും നമുക്ക് ഷെയർ ചെയ്യാനും കോപ്പി ചെയ്യാനും ഒക്കെ പെർമിഷനുള്ള സോഫ്റ്റ്വെയറിനെയാണ് എന്ന് പറയുക ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുക. ഇനി ചില സോഫ്റ്റ്വെയറുകൾക്ക് അതിൻ്റെ ട്രയൽ വേർഷൻസ് നമുക്ക് അവൈലബിൾ ആകാറുണ്ട്. ഒരു 1 month ഒക്കെ 30 days ഒക്കെ ട്രയൽ വേർഷൻസ് അവൈലബിൾ ആകാറുണ്ട്. അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളെ നമുക്ക് ഷെയർ വെയർ എന്ന് പറയാറുണ്ട്. എന്താണ് ഷെയർ വെയർ? ഇപ്പം
ചില ആൻറ്റിവൈറസ് പ്രോഗ്രാമുകളൊക്കെ നമുക്കറിയാം അല്ലേ? ചില ആൻറ്റിവൈറസ് പ്രോഗ്രാമുകളൊക്കെ നമുക്കൊരു 30 ദിവസത്തേക്ക് കാസ്പെർസ്കിയുടെ നോർട്ടൻ്റെ ഒക്കെ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറുകൾ നമുക്കൊരു 30 ദിവസത്തേക്കൊക്കെ ട്രയൽ വേർഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യും? എക്സ്പയർഡ് ആവും. പിന്നെ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തത് വാങ്ങിയെങ്കിൽ മാത്രമേ വീണ്ടും നമുക്ക് അത് കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളാണ് ഷെയർവെയർ എന്ന് പറയുക. ട്രയൽ വേർഷൻസ് അവൈലബിൾ ആക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ഷെയർവെയർ. ദെൻ പേയ്മെൻറ്റ് കൊടുത്ത് നമ്മൾ വാങ്ങി യൂസ് ചെയ്യേണ്ട സോഫ്റ്റ്വെയറുകളെ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ, കാരണം കോപ്പിറൈറ്റ് ഉള്ള സോഫ്റ്റ്വെയറുകളാണ്. പിന്നെ ലിനക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് എ ഫ്രീ സോഫ്റ്റ്വെയർ. ഒക്കെ ആർക്കും യൂസ് ചെയ്യാം, കോപ്പി ചെയ്യാം, ഷെയർ ചെയ്യാം, അങ്ങനെ പെർമിഷനുള്ള സോഫ്റ്റ്വെയറുകളെയാണ് ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുക. ഓക്കെ, ഇനി ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞല്ലോ, കാരണം അതിൻ്റെ സോഴ്സ് കോഡ്, ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമിൻ്റെ സോഴ്സ് കോഡ് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളെയാണെന്ന് പറയുക ഓപ്പൺ സോഴ്സ്, അല്ലെങ്കിൽ ക്ലോസ്ഡ് സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. ഇപ്പോൾ വിൻഡോസ് എന്താണ്? ഒരു ക്ലോസ്ഡ് സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. പക്ഷേ ലിനക്സ് എന്താണ്? ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കാരണം അതിൻ്റെ സോഴ്സ് കോഡൊക്കെ നമുക്ക് അവൈലബിൾ ആണ്, നമുക്ക് അത് റീഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള പെർമിഷൻ ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളെയാണ് ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുക. പിന്നെ ഫസ്റ്റ് 64-ബിറ്റ് ഡേറ്റ പ്രോസസ്സിംഗ് സപ്പോർട്ട് ചെയ്ത ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ്. 64-ബിറ്റ് ഡേറ്റ പ്രോസസ്സിംഗ് സപ്പോർട്ട് ചെയ്ത ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ്. ലിനക്സിൻ്റെ പിതാവ് ആരാണ്, അല്ലെ ഫാദർ ഓഫ് ലിനക്സ്? ഓക്കെ, ലിനസ് ആരാണ് ഫാദർ ഓഫ് ലിനക്സ്? ലിനസ്, LINUS. ഓക്കെ, ലിനസ് ടോർവാൾഡ്. ആരാണ്? ലിനസ് ടോർവാൾഡ്. ഓക്കെ, ആരാണ്? ലിനസ് ടോർവാൾഡ് ആണ് ഫാദർ ഓഫ് ലിനക്സ്. ഓക്കെ, ഫാദർ ഓഫ് ലിനക്സ് ആരാണ്? ലിനസ് ടോർവാൾഡ്. അപ്പോൾ ലിനക്സ് കണ്ടെത്തിയത് ലിനസ് ടോർവാൾഡ്, അല്ലെ ലിനക്സിൻ്റെ ഫൗണ്ടർ എന്ന് പറയും. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കണ്ടെത്തിയത് ലിനസ് ടോർവാൾഡ് ആണ്. ഇനി ലിനക്സിൻ്റെ ഒരു മാസ്കോട്ട് ഉണ്ട്. ഓക്കെ, ടക്സ്. ഓക്കെ, TUX, ടക്സ് എന്ന പെൻഗിനാണ് എന്ത്? ലിനക്സിൻ്റെ ഒരു മാസ്കോട്ട്. ലിനക്സിൻ്റെ മാസ്കോട്ട് ടക്സ് എന്ന് പറയുന്ന പെൻഗിനാണ് എന്ത്? ലിനക്സിൻ്റെ മാസ്കോട്ട്. അപ്പോൾ ഓർത്തിരിക്കുക. ഓക്കെ, ടോർവാൾഡ്. ഓക്കെ, ഗുഡ്. ടോർവാൾഡ്, ലിനക്സ് ടോർവാൾഡ് ആണ് ലിനക്സ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം കണ്ടെത്തിയത്. ഓക്കെ, അപ്പോൾ ലിനക്സിൻ്റെ പ്രത്യേകതകൾ ഓർത്തിരിക്കുക. ഇറ്റ് ഈസ് എ ഫ്രീ സോഫ്റ്റ്വെയർ. It is an open source operating system. It is a first 64-bit supported operating system developed by Linus Torvald, and ഇതിൻ്റെ മാസ്കോട്ട് എന്താണ്? ടക്സ്. ഓക്കെ, ആ പെൻഗിൻ്റെ പേരാണ് ടക്സ് എന്ന പെൻഗിനാണ് ഇതിൻ്റെ മാസ്കോട്ട്. ഓക്കെ ആണല്ലോ. ഇനി വിൻഡോസ് എന്താണ്? വിൻഡോസ് ഒരു പ്രൊപ്രിയേറ്ററി സോഫ്റ്റ്വെയർ ആണ്, അല്ലേ? നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് വാങ്ങേണ്ട ഒരു സോഫ്റ്റ്വെയർ ആണ് വിൻഡോസ്. അതുകൊണ്ട് വിൻഡോസ് ഒരു പ്രൊപ്രിയേറ്ററി സോഫ്റ്റ്വെയർ ആണ്. ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. ഓക്കെ, മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ ആണ് ഇത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മൈക്രോസോഫ്റ്റിൻ്റെ ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ്? ബിൽ ഗേറ്റ്സ് ആൻഡ് പോൾ അലൻ. ഓക്കെ, ഫസ്റ്റ് വെർഷൻ 1.0, ലേറ്റസ്റ്റ് വെർഷൻ വിൻഡോസ് 10. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഓക്കെ, ദെൻ ഇനി നമ്മൾ അടുത്തൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ പറഞ്ഞു ആൻഡ്രോയിഡ്, അല്ലേ? ആൻഡ്രോയിഡ്. ഓക്കെ, ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, ഏത് കമ്പനിയാണ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്? ആൻഡ്രോയിഡ്. ഓക്കെ, ഡെവലപ്ഡ് ബൈ ദ കമ്പനി ഗൂഗിൾ. ഓക്കെ, ഗൂഗിൾ ഡെവലപ്പ് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഏത്? ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓർത്തിരിക്കുക, ഗൂഗിൾ ഡെവലപ്പ് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വാസ് ഡെവലപ്ഡ് ബൈ ദ കമ്പനി ഗൂഗിൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ മാക് OS. ഓക്കെ, മാക് OS ഡെവലപ്പ് ചെയ്ത ഏതാ കമ്പനിയാണ്? ആപ്പിൾ. ഓക്കെ, ആപ്പിൾ ഡെവലപ്പ് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മാക് OS. ഓക്കെ, ആപ്പിൾ ഡെവലപ്പ് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മാക് OS. ഓക്കെ, ദെൻ അസംബ്ലി ലാംഗ്വേജ് യൂസ് ചെയ്ത്. ഓക്കെ, ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ വിച്ച് അസംബ്ലി ലാംഗ്വേജ് വാസ് ഫസ്റ്റ്ലി യൂസ്ഡ്. ഒക്കെ, അസംബ്ലി ലാംഗ്വേജ് ആദ്യമായിട്ട് യൂസ് ചെയ്തൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഏത്? യുണിക്സ്. ഓക്കെ, ഗൂഗിൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. അപ്പം ആൻഡ്രോയിഡ് ഡെവലപ്പ് ചെയ്തത് ഗൂഗിളാണ്. മാക് OS ഡെവലപ്പ് ചെയ്ത കമ്പനി ആപ്പിളാണ്. അസംബ്ലി ലാംഗ്വേജ് ആദ്യമായി യൂസ് ചെയ്ത ഓപ്പറേറ്റിംഗ് അസംബ്ലി ലാംഗ്വേജ് എന്താ നമുക്ക് പഠിക്കാം. ഓക്കെ, അസംബ്ലി ലാംഗ്വേജ് ആദ്യമായി യൂസ് ചെയ്തൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഏത്? യുണിക്സ്. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ പഠിച്ചിരിക്കുക. എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇറ്റ് ആക്ട് ആസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ദ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് യൂസർ. ഓക്കെ, പ്രൊവൈഡ് ആൻ എൻവയോൺമെന്റ്, അല്ലേ?
യൂസറിന് കമ്പ്യൂട്ടറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എക്സാമ്പിൾ ആണ് വിൻഡോസ്, ലിനക്സ്, ആൻഡ്രോയിഡ്, മാക് OS, യുണിക്സ്, ഡോസ്. ഓക്കെ, ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഫ്രീ സോഫ്റ്റ്വെയർ എന്താണ്, പ്രൊപ്രേറ്ററി സോഫ്റ്റ്വെയർ എന്താണ്, ഷെയർവെയർ എന്താണെന്ന് പഠിച്ചു, ഓപ്പൺ സോഴ്സ് എന്താണ്, ക്ലോസ്ഡ് സോഴ്സ് സോഫ്റ്റ്വെയർ എന്താണെന്നൊക്കെ പഠിച്ചു. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഒരു പോയിന്റ് ഉണ്ട്. നമ്മുടെ ഇന്ത്യ ഡെവലപ്പ് ചെയ്തൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ബോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, ബോസ്. ഓക്കെ, ഇന്ത്യ ഡെവലപ്പ് ചെയ്തൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, മറന്നു പോകരുത്, ബോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, ബോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത കമ്പനി ഏതാണെന്ന് പറയാമോ? ഓക്കെ, ബോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓർത്തിരിക്കുക. ഇന്ത്യ ഡെവലപ്പ് ചെയ്തൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, ഒരു ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ബോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതിന്റെ ഫുൾ ഫോം ഇതാണ്, ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻസ്. ഓക്കെ, ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻസ്. ഓക്കെ, എന്താണ് ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻസ്? ഓക്കെ, ബോസ്. ഓക്കെ, ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻസ്. ഇന്ത്യ ഡെവലപ്പ് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ബോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻസ്. ഓക്കെ, ആൻസർ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഓക്കെ, ബോസ് ഡെവലപ്പ് ചെയ്ത കമ്പനി CDAC ആണ്. ഇതാണ് CDAC. ഓക്കെ, CDAC എന്ന കമ്പനിയാണ് എന്ത് ഡെവലപ്പ് ചെയ്തത്? ബോസ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. CDAC ചെന്നൈയിലാണ് ഏത് ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻസ്. ഒക്കെ, അതായത് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ബോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് CDAC എന്ന കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ ബൂട്ടിംഗ് എന്നൊരു പ്രോസസ്സ്. ഓക്കെ, എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ബൂട്ടിംഗ്? ഓക്കെ, എന്താണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്? അത്രേ ഉള്ളൂ, ദ പ്രോസസ് ഓഫ് ലോഡിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ എ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇൻ മെമ്മറി വെൻ ദ കമ്പ്യൂട്ടർ ഈസ് സ്വിച്ച്ഡ് ഓൺ. ഓക്കെ, കമ്പ്യൂട്ടർ ഓൺ ചെയ്തതിന് ശേഷം നടക്കുന്ന ഒരു പ്രോസസ്സാണല്ലോ. നമ്മൾ പറഞ്ഞു ആദ്യം ബയോസ് ലോഡ് ചെയ്യുന്നു, അങ്ങനെ OS ലോഡ് ചെയ്യുന്നത്, ആ പ്രോസസ്സിന് പറഞ്ഞ പേരാണ് ബൂട്ടിംഗ്. ദ പ്രോസസ് ഓഫ് ലോഡിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ ടു ദ മെമ്മറി വെൻ ദ കമ്പ്യൂട്ടർ ഈസ് ടേൺ. കമ്പ്യൂട്ടർ ഓൺ ആയതിനു ശേഷം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്നത് വരെയുള്ള പ്രോസസ്സിന് പറഞ്ഞ പേരാണ് ബൂട്ടിംഗ്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക എന്താണ് ബൂട്ടിംഗ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബൂട്ടിംഗ്. ദ പ്രോസസ് ഓഫ് ലോഡിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ ദി മെമ്മറി വെൻ ദ കമ്പ്യൂട്ടർ ഈസ് സ്വിച്ച്ഡ് ഓൺ. കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ബൂട്ടിംഗ്. എന്താണ് ബൂട്ടിംഗ്? ഓക്കെ, ദെൻ അടുത്ത നമ്മൾ എന്താണ്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഓക്കെ, നമ്മൾ എവിടെ നിന്ന് അത് വന്നതെന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും എന്താണെന്നാണ് ആദ്യം കണ്ടത്. അതിനുശേഷം സോഫ്റ്റ്വെയർ എന്താ നോക്കി, ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ നോക്കി അല്ലേ? ഏതൊക്കെയായിരുന്നു? സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും രണ്ട് ടൈപ്പ്. പിന്നെ സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിൾ ആണ് ഒന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും രണ്ട് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറും. ഓപ്പറേറ്റിംഗ് സിസ്റ്റവും യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറും. ഓക്കെ, എന്താണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ? ഇത്രേ ഉള്ളൂ. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് സിസ്റ്റം പ്രോഗ്രാംസ് യൂസ്ഡ് ടു പെർഫോം ബേസിക് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻസ് ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ബേസിക് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻസ്, അതായത് നമ്മൾ ഡിലീറ്റ് അല്ല ഡേറ്റ ഡിലീറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സ്, നമ്മൾ ഫയലൊക്കെ ഫോൾഡറുകളിൽ സോർട്ടഡ് ആയിട്ടാണ് കാണുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ ഫയലുകളൊക്കെ സോർട്ട് ചെയ്യുന്ന പ്രോസസ്സ്. പിന്നെ നമ്മൾ സിസ്റ്റത്തിന് പാസ്വേഡ് പ്രൊട്ടക്ഷൻ കൊടുക്കാറുണ്ട്. ഈ പാസ്വേഡ് പ്രൊട്ടക്ഷൻ ചെയ്യുന്ന പ്രോഗ്രാമുകൾ, ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളെ എല്ലാം പറയുന്ന പേരാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഇതെല്ലാം ഒരു പ്രോഗ്രാം എഴുതിയെങ്കിൽ മാത്രമല്ലേ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്ക് പറയുന്ന പേരാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകൾ. ഓക്കെ, ഫയൽസ് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള എല്ലാ ഫങ്ഷൻസും ചെയ്യുന്നത് ആരാണ്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഓക്കെ, ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് സിസ്റ്റം പ്രോഗ്രാംസ് used to perform basic standard operations of the computer system. Example, sorting is an example of utility software. Copying, deleting, password protection, ഇങ്ങനെ തുടങ്ങിയ ബേസിക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളൊന്ന് ഓർത്ത് നോക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്താണ് ബൂട്ടിംഗ്? എന്തായിരുന്നു ബൂട്ടിംഗ്? ഓക്കെ,
കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്ന് പറയുക ബൂട്ടിംഗ് എന്ന് പറയുക. Then utility software എന്താണ്? Set of system programs used to perform basic standard operations of the computer system. അല്ലെ, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അതിൻ്റെ ബേസിക് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. അതിന് എക്സാമ്പിൾ ആയിട്ട് കുറച്ച് ഓപ്പറേഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. സോർട്ടിങ്, ഡിലീറ്റിംഗ്, കോപ്പിംഗ്, ദെൻ പാസ്വേഡ് പ്രൊട്ടക്ഷൻ, ഇങ്ങനെയുള്ള പ്രോസസ്സുകളൊക്കെ ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളെയാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. റിട്ടേൺ പ്രോഗ്രാമുകളെയാണ് നമ്മൾ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുക. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പോകുന്നു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓക്കെ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓക്കെ, വളരെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓക്കെ, നമുക്കറിയാം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലേ. കുറച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾക്ക് എക്സാമ്പിൾസ് ഒന്ന് കമൻറ്റ് ചെയ്യാമോ? പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾക്ക് എക്സാമ്പിൾ ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഓക്കെ, a programming language is a computer language that is used by programmers to communicate with the computer. അല്ലേ, നമ്മൾ എക്സ്റ്റേണൽ യൂസർ നമ്മൾ പറഞ്ഞു സിസ്റ്റമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജുകളെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ യൂസേഴ്സ് എന്നല്ല, നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ എല്ലാ ഫങ്ഷൻസും നടക്കുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഈ കൊടുക്കുന്ന ഈ ഇൻസ്ട്രക്ഷനുകളെയാണ് പ്രോഗ്രാം എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കമ്പ്യൂട്ടറിനെ കൊണ്ട് ഒരു പ്രോസസ്സ് ചെയ്യിപ്പിക്കാൻ ആവശ്യമായ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നു. ഈ പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്താ പ്രോഗ്രാമേഴ്സ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ പലതരത്തിലുള്ള ലാംഗ്വേജുകൾ യൂസ് ചെയ്യുന്നുണ്ട് സിസ്റ്റമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് ഹാർഡ്വെയർ കമ്പോണൻസിനെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി, ബൈനറി നമുക്കറിയാം അല്ലേ, കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലാംഗ്വേജ് വേണം. ഹാർഡ്വെയർ നമ്മൾ ഓൾറെഡി കൺട്രോൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ലാംഗ്വേജ് വേണം. നമുക്ക് സിസ്റ്റമായിട്ട് ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ, സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ലാംഗ്വേജ് വേണം. ഇതെല്ലാം കമ്പ്യൂട്ടർ ലാംഗ്വേജുകൾ വഴിയാണ് നടക്കുക. ഓക്കെ, C++, ജാവ, സി, ഓക്കെ, വിഷ്വൽ ബേസിക്, സി, പൈത്തൺ. ഓക്കെ, ഗുഡ്. എല്ലാം പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾക്ക് എക്സാമ്പിളാണ്. ഇതെല്ലാം എന്താണ് ഹൈ ലെവൽ ലാംഗ്വേജുകളാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇസ് എ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ദാറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ പ്രോഗ്രാമേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് കമ്പ്യൂട്ടർ. ഓക്കെ, പ്രോഗ്രാമേഴ്സിന് കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, യൂസറിന് കൺവീനിയൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ലാംഗ്വേജുകളെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ എന്ന് പറയുക. ഓക്കെ, രണ്ട് ടൈപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളാണുള്ളത്. ഒന്ന് ലോ ലെവൽ ലാംഗ്വേജ്, രണ്ട് ഹൈ ലെവൽ ലാംഗ്വേജ്. ഇപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് ലോ ലെവൽ ലാംഗ്വേജ്, രണ്ട് ഹൈ ലെവൽ ലാംഗ്വേജ്. ലോ ലെവൽ ലാംഗ്വേജ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഓർത്തിരിക്കുക, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് രണ്ട് ടൈപ്പാണ്, ലോ ലെവൽ ലാംഗ്വേജ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാം എന്താണ് ലോ ലെവൽ ലാംഗ്വേജ്. ഓക്കെ, ഈ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് മെഷീൻ ലാംഗ്വേജും രണ്ട് അസംബ്ലി ലാംഗ്വേജ്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് മെഷീൻ ലാംഗ്വേജ്, രണ്ട് അസംബ്ലി ലാംഗ്വേജ്. ഓക്കെ, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ കമ്പോണൻറ്റുകളെ നമ്മൾ അസംബിൾ ചെയ്യാനും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനും ഒക്കെ ആവശ്യമായിട്ടുള്ള ലാംഗ്വേജുകളെയാണ് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഇറ്റ്സ് ഓൺ പ്രോസസ്സിംഗ് ഉണ്ടല്ലോ. നമുക്കറിയാം ബൈനറി ഫോർമാറ്റിലാണ് കമ്പ്യൂട്ടർ ഡേറ്റയൊക്കെ പ്രോസസ്സ് ചെയ്യുക അല്ലേ. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ഫങ്ഷൻസ് ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് ഇത് ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുക. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് മെഷീൻ ലാംഗ്വേജ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബൈനറി ലാംഗ്വേജ്. ഓക്കെ, ഫസ്റ്റ് ലോ ലെവൽ ലാംഗ്വേജ് ഏതാണ്? മെഷീൻ ലാംഗ്വേജ്. ഓക്കെ, മെഷീൻ ലാംഗ്വേജ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബൈനറി ലാംഗ്വേജ്. ഓക്കെ, ബൈനറി ലാംഗ്വേജ്. ഓക്കെ, കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയാണ് ഏത്? ബൈനറി ലാംഗ്വേജ്. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയാണ് നമുക്കറിയാം ബൈനറി ലാംഗ്വേജ്. ഓക്കെ, നമ്മൾ ഏത് രീതിയിലുള്ള പ്രോഗ്രാമുകൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ റിക്വസ്റ്റ് കൊടുത്താൽ ബിഫോർ എക്സിക്യൂഷൻ ഇറ്റ് കൺവേർട്ടഡ് ടു ബൈനറി. ഒക്കെ കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ അത് ഏത് ലാംഗ്വേജിലെ പ്രോസസ്സ് ചെയ്യത്തുള്ളൂ? ബൈനറി ലാംഗ്വേജ്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് സീറോസ് ആൻഡ് വൺസ് അല്ലേ. സീറോസിൻ്റെയും വൺസിൻ്റെയും ഒക്കെ കുറേ കോമ്പിനേഷനെയാണ് നമ്മൾ എന്താ പറയുക
ബൈനറി ലാംഗ്വേജ് എന്ന് പറയും. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സീറോസ് ആൻഡ് വൺസ് അല്ലെ, കുറേ സീറോസും വൺസും ഉപയോഗിച്ചിട്ടുള്ള ലാംഗ്വേജ് ആണ് ബൈനറി ലാംഗ്വേജ്. ഇറ്റ് ഈസ് ദ ഓൺലി ലാംഗ്വേജ് അണ്ടർസ്റ്റുഡ് ബൈ എ കമ്പ്യൂട്ടർ. ഓക്കെ, കമ്പ്യൂട്ടറിന് മാത്രം മനസ്സിലാവുന്ന ലാംഗ്വേജ് ആണല്ലേ ബൈനറി ലാംഗ്വേജ്. ഒക്കെ ഇറ്റ് ഈസ് ദ ഓൺലി ലാംഗ്വേജ് അണ്ടർസ്റ്റുഡ് ബൈ എ കമ്പ്യൂട്ടർ. ഒക്കെ കമ്പ്യൂട്ടറിന് മാത്രം മനസ്സിലാകുന്ന ഭാഷയാണ് ഏത് ബൈനറി ലാംഗ്വേജ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ പ്രോഗ്രാം കൊടുത്താലും അതിന് എക്സിക്യൂഷൻ ബിഫോർ എക്സിക്യൂഷൻ ഇറ്റ് കൺവേർട്ടഡ് ടു മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജ്. അപ്പോൾ ഓർത്തിരിക്കുക, എന്താണ് ബൈനറി ലാംഗ്വേജ്? ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സീറോസ് ആൻഡ് വൺസ്. ഓക്കെ, കമ്പ്യൂട്ടർ അതിൻ്റെ പ്രോസസ്സുകൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ലാംഗ്വേജിനെയാണ് എന്തെന്ന് പറയുക? ബൈനറി ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയും. അപ്പോൾ ലോ ലെവൽ ലാംഗ്വേജിലെ ഒന്നാമത്തെ കാറ്റഗറിയാണ് ഏത്? ബൈനറി ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ്. ഓക്കെ ആണല്ലോ? ഓക്കെ, ദെൻ രണ്ടാമത്തേതാണ് അസംബ്ലി ലാംഗ്വേജ്. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട് അസംബ്ലി ലാംഗ്വേജ്. ഓക്കെ, എന്താണ്? നമ്മുടെ ഹാർഡ്വെയർ കമ്പോണൻറ്റുകളെയൊക്കെ അസംബിൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലോ ലെവൽ ലാംഗ്വേജ് ആണ് ഇത് അസംബ്ലി ലാംഗ്വേജ്. കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് അസംബ്ലി ലാംഗ്വേജ്. ഇറ്റ് ഈസ് ഓൾസോ എ ലോ ലെവൽ ലാംഗ്വേജ്. പക്ഷേ ഇത് പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് സീറോസ് വൺസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഹെക്സാഡെസിമൽ വാല്യൂസും ഒക്കെ ഹെക്സാഡെസിമൽ വാല്യൂസും കുറച്ച് ആൽഫ ന്യൂമറിക് ലെറ്റേഴ്സും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് അസംബ്ലി ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യും. ഇപ്പോൾ കുറച്ച് ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് ഇത് അസംബ്ലി ലാംഗ്വേജ്. ഹാർഡ്വെയർ കമ്പോണൻറ്റുകളൊക്കെ അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക് ഹാർഡ്വെയർ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജിനെയാണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുക. ഇറ്റ് ഈസ് ഓൾസോ എ ലോ ലെവൽ ലാംഗ്വേജ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജിനെ കഴിഞ്ഞും ഫാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ഏത് അസംബ്ലി ലാംഗ്വേജ്. ഇനി ഇത് ഓർത്തിരിക്കുക, ദ സിംബൽസ് യൂസ്ഡ് ഇൻ അസംബ്ലി ലാംഗ്വേജ് ഈസ് കോൾഡ് സിംബോളിക് കോഡ്സ് അല്ലെങ്കിൽ നിമോണിക്സ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അസംബ്ലി ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന സിംബൽസിന് നമ്മൾ പറയുന്ന പേരാണ് സിംബോളിക് കോഡ്സ് അല്ലെങ്കിൽ നിമോണിക്സ്. ഒക്കെ അസംബ്ലി ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന കോഡിന് നമ്മൾ പറയുന്ന പേരാണ് സിംബോളിക് കോഡ്സ് അല്ലെങ്കിൽ നിമോണിക്സ്. ഒക്കെ ഓർത്തിരിക്കുക, അസംബ്ലി ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന സിംബോളിക് കോഡ്സിന് ഒന്നെങ്കിൽ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന ആ കോഡിനെ നമ്മൾ ഒന്നെങ്കിൽ സിംബോളിക് കോഡ്സ് എന്ന് പറയുന്നു അല്ലെങ്കിൽ നിമോണിക്സ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ലോ ലെവൽ ലാംഗ്വേജ് രണ്ടെണ്ണമാണുള്ളത്. ഒന്ന് മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഓൺലി ദ ലാംഗ്വേജ് അണ്ടർസ്റ്റുഡ് ബൈ എ കമ്പ്യൂട്ടർ. സെക്കൻഡ് വണ്ണാണ് അസംബ്ലി ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന കോഡിനെയാണ് നമ്മൾ സിംബോളിക് കോഡ്സ് അല്ലെങ്കിൽ നിമോണിക്സ് എന്ന് പറയുക. ഓക്കെ ആണല്ലോ? ദെൻ അടുത്തതാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. എന്താണ് ഹൈ ലെവൽ ലാംഗ്വേജ്? ഓക്കെ, യൂസർ ഇൻട്രാക്ട് വിത്ത് ദ കമ്പ്യൂട്ടർ സിസ്റ്റം യൂസിങ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഒക്കെ നമ്മുടെ എക്സ്റ്റേണൽ യൂസർ കമ്പ്യൂട്ടറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? ഹൈ ലെവൽ ലാംഗ്വേജ്. നിങ്ങളിപ്പോൾ പറഞ്ഞ കുറേ എക്സാമ്പിൾസ് പറഞ്ഞു അല്ലേ? C++, ജാവ, പൈത്തൺ, വിഷ്വൽ ബേസിക്, അങ്ങനെ കുറേ എക്സാമ്പിൾ എല്ലാവരും പറഞ്ഞു. ഓക്കെ, ഈ പറഞ്ഞ എക്സാമ്പിളുകളെല്ലാം എന്തിന് എക്സാമ്പിളാണ്? ഹൈ ലെവൽ ലാംഗ്വേജുകളാണ്. ഓക്കെ, നമുക്ക് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ യൂസറിന് കമ്പ്യൂട്ടർ സിസ്റ്റമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഓരോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കാറുണ്ടല്ലേ? അപ്പോൾ ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെയാണ് എന്തെന്ന് പറയുക? ഹൈ ലെവൽ ലാംഗ്വേജ്. ഓർത്തിരിക്കുക, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെയാണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുക. ഓക്കെ, അതിൻ്റെ എക്സാമ്പിളാണ് C++, COBOL, ബേസിക്, ജാവ, ലിസ്പ്, പ്രൊലോഗ്, അൽഗോൺ, ഓക്കെ, വിഷ്വൽ ബേസിക്, HTML. ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? ഇപ്പോൾ പറഞ്ഞ പൈത്തൺ അല്ലേ? പൈത്തൺ, പിന്നെ ASP.NET, ഒക്കെ ASP.NET, PHP, ഒക്കെ ഇതൊക്കെ എല്ലാം എന്താണ്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളാണല്ലേ? നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി
യൂസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജുകളാണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, യൂസറിന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്ത് എന്തിനാണ് കമ്പ്യൂട്ടറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി, ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യുക. ഇങ്ങനെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജുകളെയാണ് നമ്മൾ ഹൈ ലെവൽ. ഓക്കെ, ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ പ്രത്യേകത എന്താണ്? ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റ് ആണ് അല്ലേ. നമുക്ക് ഈസിയാണ്, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഇംഗ്ലീഷ് വേർഡുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് എന്ത്, ഇപ്പോൾ പ്രിൻറ്റ് ചെയ്യാനൊരു കമാൻഡാണ് നമ്മൾ പ്രിൻ്റ് എഫ് എന്നുള്ള കമാൻഡ് അല്ലേ, റീഡ് ചെയ്യാനാണ് സ്കാൻ എഫ് എന്നുള്ള കമാൻഡൊക്കെ അല്ലേ, നമ്മൾ C++ലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സോഫ്റ്റ്വെയർ ലാംഗ്വേജുകളെയാണെന്ന് പറയുക. നമുക്കറിയാം ഓരോ കമാൻഡും കാണുമ്പോൾ തന്നെ ഈ ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ പ്രത്യേകത എന്താണ്? ഓരോ കമാൻഡുകളും കാണുമ്പോൾ നമുക്കറിയാം അത് ആ ഓരോ എന്ത് പർട്ടിക്കുലർ ടാസ്ക്കാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ലാംഗ്വേജിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ലാംഗ്വേജാണ് ഇത് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ C++, കോബോൾ കുറച്ച് എക്സാമ്പിൾസ് ആണ്, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ബേസിക്, ജാവ, ലിസ്പ്, പ്രൊലോഗ്, അൽഗോൾ, വിഷ്വൽ ബേസിക്, HTML, പൈത്തൺ, PHP, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഹൈ ലെവൽ ലാംഗ്വേജുകൾക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി കൊബോൾ. കൊബോളിന്റെ ഫുൾ ഫോം എന്താണ്? കൊബോൾ കോമൺ ബിസിനസ്. ഓക്കെ, കോമൺ ബിസിനസ് ഓറിയന്റഡ്. ഒക്കെ ഫുൾ ഫോം ഓർത്തിരിക്കുക. കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ്. ഓക്കെ, എന്താണ് കോബോൾ? കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ്. കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ്, ഇതാണ് കൊബോൾ എന്ന് പറയുന്നത്. കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ്. ഓക്കെ, കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ബിസിനസ് പർപ്പസിന് വേണ്ടി ആദ്യമായിട്ട് യൂസ് ചെയ്ത ലാംഗ്വേജ് ആണ് കൊബോൾ. ഓർത്തിരിക്കുക, ഒരു കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ബിസിനസ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്ത ലാംഗ്വേജ് ആണ് കൊബോൾ. കോമൺ ബിസിനസ് oriented language. Common business oriented language. Okay, it is used for commercial purpose. ഒരു commercial purposeന് വേണ്ടി യൂസ് ചെയ്ത ലാംഗ്വേജ് ആണ് കൊബോൾ. ഫുൾ ഫോം മറന്നു പോകരുത്. കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ്. എന്താണ്? കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ്. ഓക്കെ, അങ്ങനെയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഏതാണ്? ഓക്കെ, അറിയാമെങ്കിൽ ഒന്ന് പറയുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്. ഓക്കെ, ഇപ്പോൾ കൊബോളിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ് അല്ലേ, ബിസിനസ് പർപ്പസിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് കൊബോൾ. ഓക്കെ, ഇനി ഇന്റർനെറ്റ് യൂസേജ്. ഓക്കെ, ഫസ്റ്റ് ലാംഗ്വേജ് യൂസ്ഡ് ഫോർ ഇന്റർനെറ്റ് യൂസേജ്. ഓക്കെ, ഫസ്റ്റ് ലാംഗ്വേജ് ഡെവലപ്ഡ് ഫോർ ഇന്റർനെറ്റ് യൂസേജ്. ഓക്കെ, ഇന്റർനെറ്റ് യൂസേജിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത ഫസ്റ്റ് ലാംഗ്വേജ് ആണ് ഏത്? ജാവ. ഓക്കെ, എന്താണ്? ജാവ. ഇന്റർനെറ്റ് യൂസേജിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത ഫസ്റ്റ് ലാംഗ്വേജ്. ഓക്കെ, ഫസ്റ്റ് ലാംഗ്വേജ് ഡെവലപ്ഡ് ഫോർ ഇന്റർനെറ്റ് യൂസേജ്. മറന്നു പോകരുത്, ഇന്റർനെറ്റ് യൂസേജിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത ലാംഗ്വേജ് ആണ് ജാവ. ഓക്കെ, എന്താണ്? ജാവ. ഈ ജാവയുടെ ആദ്യകാല പേരുണ്ട്, അതൊന്ന് ഓർത്തിരിക്കുക. ഓക്ക്. OAK. ഓക്ക്. എന്താണ്? ഓക്ക്. ജാവയുടെ ആദ്യകാല പേരെന്തായിരുന്നു? ഓക്ക് എന്നാണ് ജാവയുടെ ആദ്യകാല പേര്. ഇനി ഇത് ഡെവലപ്പ് ചെയ്ത കമ്പനിയാണ് സൺ മൈക്രോ സിസ്റ്റം. ഓക്കെ, സൺ മൈക്രോ സിസ്റ്റം. ഓക്കെ, സൺ മൈക്രോ സിസ്റ്റം എന്താണ്? ഏത് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത കമ്പനിയാണ്? ജാവ ഡെവലപ്പ് ചെയ്ത കമ്പനിയാണ് സൺ മൈക്രോ സിസ്റ്റം. സൺ മൈക്രോ സിസ്റ്റം. ഓർത്തിരിക്കുക, ഇന്റർനെറ്റ് യൂസേജിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത ലാംഗ്വേജ് ആണ് ജാവ. ജാവയുടെ ആദ്യകാല പേരായിരുന്നു ഓക്ക്. എന്തായിരുന്നു? ഓക്ക്. മറന്നുപോയല്ലേ, ജാവയുടെ ആദ്യകാല പേരായിരുന്നു ഓക്ക്. ജാവ ഡെവലപ്പ് ചെയ്ത കമ്പനിയാണ് സൺ മൈക്രോ സിസ്റ്റം. ഏതാണ്? സൺ മൈക്രോ സിസ്റ്റം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ വന്നിട്ടുണ്ടോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് പൈത്തൺ. 2-3 പേര് പറഞ്ഞിട്ടുണ്ട്, മുമ്പ് പറഞ്ഞാണ് ഇപ്പൊ പറഞ്ഞാണ്. ഓക്കെ, പൈത്തൺ. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി യൂസ് ചെയ്ത ലാംഗ്വേജ് പൈത്തൺ അല്ല, പ്രൊലോഗ്. കേട്ടിട്ടുണ്ടോ? പ്രൊലോഗ് ആൻഡ് ലിസ്പ്. ഓക്കെ, ഈ 2 ലാംഗ്വേജ് ആണ്. ഓക്കെ, പ്രൊലോഗ് ആൻഡ് ലിസ്പ്. ഓക്കെ, പ്രൊലോഗ് ആൻഡ് ലിസ്പ് ഈ 2 ലാംഗ്വേജുകളാണ് എന്തിന് യൂസ് ചെയ്യുക?
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് യൂസ് ചെയ്യുന്ന രണ്ട് ലാംഗ്വേജുകളാണ് പ്രൊലോഗ് ആൻഡ് ലിസ്പ്. ഓർത്തിരിക്കുക, പ്രൊലോഗ് ആൻഡ് ലിസ്പ്. എന്താണ്? പ്രൊലോഗ് ആൻഡ് ലിസ്പ്. ഓക്കെ, ലാംഗ്വേജസ് യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഓക്കെ, ലാംഗ്വേജസ് യൂസ്ഡ് ഫോർ AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് യൂസ് ചെയ്ത ലാംഗ്വേജുകൾ ഏതൊക്കെയാണ്? ഇപ്പം തന്നെ നോട്ട് ചെയ്തോളുക. പ്രൊലോഗ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രൊലോഗ് ആൻഡ് ലിസ്പ്. ഇന്റർനെറ്റ് യൂസേജിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത ഫസ്റ്റ് ലാംഗ്വേജ് ആണ് ജാവ. ജാവയുടെ ആദ്യകാല പേര് ഓക്ക് എന്നായിരുന്നു. ഡെവലപ്പ് ചെയ്ത കമ്പനിയാണ് സൺ മൈക്രോ സിസ്റ്റം. ഓക്കെ, ഇനി ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാം നമ്മൾ പറഞ്ഞല്ലോ, ഈ പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യുന്ന ആളെയാണ് പ്രോഗ്രാമർ എന്ന് പറയുക അല്ലേ. ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആണ് അഡാ ലവ്ലേസ്. ആരാണ്? അഡാ ലവ്ലേസ്. ഓക്കെ, ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആണ് ലേഡി അഡാ ലവ്ലേസ്. ഓക്കെ, ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആണ് ലേഡി അഡാ ലവ്ലേസ്. ഓക്കെ, ഇനി ഇവിടെ നമ്മളൊരു ലാംഗ്വേജ് കണ്ടു അല്ലേ, HTML. ഓക്കെ, HTML. HTMLന്റെ ഫുൾ ഫോം എന്താണ്? HTMLന്റെ ഫുൾ ഫോം എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്, PQ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഫുൾ ഫോം. ഓക്കെ, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഓർത്തിരിക്കുക, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഓക്കെ, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. എന്താണ് HTML? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഓക്കെ, എങ്ങനെയെങ്കിൽ ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് അല്ലെങ്കിൽ ഹൂ ഈസ് ദ ഡെവലപ്പർ ഓഫ് HTML? HTML ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത് ആരാണ് എന്നൊന്ന് പറയാമോ? HTML ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത് ആരാണെന്നൊന്ന് പറയാമോ? ഓക്കെ, ഹൂ ഈസ് ദ ഡെവലപ്പർ ഓഫ് HTML? HTMLന്റെ ഫുൾ ഫോം എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഓക്കെ, ഇനി ഓർത്തിരിക്കുക, നമുക്ക് സ്റ്റാറ്റിക് വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് HTML. ഓക്കെ, സ്റ്റാറ്റിക് വെബ് പേജസ്. ഓക്കെ, വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് HTML. നമുക്കറിയാം അല്ലെ, HTML ടാഗുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളെന്താ അല്ലേ പ്രോഗ്രാമിംഗ് ചെയ്യുക. അപ്പോൾ HTML എന്ന് പറഞ്ഞാൽ വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അതിൽ തന്നെ സ്റ്റാറ്റിക് വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് HTML. ഒക്കെ, ദ ലാംഗ്വേജ് യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് ചോദിച്ചാൽ എന്താണ്? HTML ആണ്. ഫുൾ ഫോം എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും സ്റ്റാറ്റിക് വെബ് പേജ്? ഇത്രേ ഉള്ളൂ. നമ്മളൊരു വെബ് പേജ് ലോഡ് ചെയ്യുമ്പം അതിൻ്റെ കണ്ടന്റ് ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ, അതായത് കണ്ടന്റിന് ചേഞ്ചസ് ഒന്നും വരുന്നില്ല എങ്കിൽ, നമ്മൾ ഒരു ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്ത് കയറുമ്പോൾ ഓരോ യൂസറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ കണ്ടന്റ് ചേഞ്ച് ചെയ്യും അല്ലേ. ചില കണ്ടന്റുകൾ ചേഞ്ച് ചെയ്യും, ചിലത് ചേഞ്ചസ് ഉണ്ടാവത്തില്ല. ഓക്കെ, അങ്ങനെ ചേഞ്ച് ഉണ്ട്. റൺ ടൈമിൽ ചേഞ്ചസ് വരാത്ത കണ്ടന്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സ്റ്റാറ്റിക് എന്ന് പറയുക. റൺ ടൈമിൽ ചേഞ്ചസ് വരുന്നതിനെയാണ് ഡൈനാമിക് എന്ന് പറയുക. ഇപ്പോൾ ഓർത്തിരിക്കുക, ഈ ചേഞ്ചസ് വരാത്ത പേജുകളെയാണ് സ്റ്റാറ്റിക് എന്ന് പറയുക. ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളൊരു സൈറ്റിൽ കയറുമ്പം ആ കമ്പനിക്ക് അതൊരു കോൺടാക്റ്റസ് എന്നൊരു പേജ് ഉണ്ടാവും അല്ലെ, അത് ഹോം എന്നൊരു പേജ് ഉണ്ടാവും. ഈ ഹോം പേജ്, കോൺടാക്റ്റസ് ഇങ്ങനെയൊക്കെ ഉള്ളത് വെച്ചാൽ എല്ലാ യൂസറിനും ഒരുപോലെ ആയിരിക്കും. ഇനി നമ്മൾ ലോഗിൻ ചെയ്ത് കയറി കഴിയുമ്പോൾ നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ച് നമ്മൾ ലോഗിൻ ചെയ്ത് കയറി കഴിയുമ്പോൾ ഓരോ യൂസറിനെ അപേക്ഷിച്ചിട്ടായിരിക്കും അതിനകത്തുള്ള ഡേറ്റാസ് കാണിക്കുക അല്ലേ. ആ റൺ ചെയ്ത യൂസറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ കണ്ടന്റ് കാണിക്കുക. ആ കണ്ടന്റ് എന്നിട്ട് മാറിക്കൊണ്ടിരിക്കും അല്ലേ, മാറിക്കൊണ്ടിരിക്കും. പിന്നെ ചില അപ്ഡേഷൻസ് വരുമ്പോൾ അതിനുള്ളതനുസരിച്ച് കണ്ടന്റ്സ് മാറും. ഇങ്ങനെ മാറുന്ന കണ്ടന്റുകളെ നമ്മൾ ഡൈനാമിക് എന്ന് പറയുക. അതിന് നമ്മൾ PHP, ASP.NET ഇങ്ങനെയുള്ള ലാംഗ്വേജുകൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി HTML ആണെങ്കിൽ എന്താണ്? സ്റ്റാറ്റിക്, ചേഞ്ചസ് ഒന്നും വരാത്ത പേജുകളാണ് സ്റ്റാറ്റിക് എന്ന് പറയുക. അപ്പോൾ സ്റ്റാറ്റിക് വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ HTML ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, HTMLന്റെ ഡെവലപ്പർ ഓക്കെ ദിനുരാജ്. ഓക്കെ, ടിം ബെർണേഴ്സ്ലി. ഓക്കെ, ടിം ബെർണേഴ്സ്ലി ആണ് കറക്റ്റ് ആൻസർ ആണ്. HTML ഡെവലപ്പ് ചെയ്തതാരാണ്? ടിം ബെർണേഴ്സ്ലി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. C++, COBOL, ബേസിക്, ജാവ, ലിസ്പ് ഇതൊക്കെയാണ് ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ എക്സാമ്പിൾ. ഇനി കൊബോളിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ്, ബിസിനസ് പർപ്പസിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത ലാംഗ്വേജ് ആണ്.
കൊബോൾ. ദെൻ ഇന്റർനെറ്റ് യൂസേജിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത ഫസ്റ്റ് ലാംഗ്വേജ് ആണ് ജാവ. ജാവയുടെ ആദ്യകാല പേരാണ് ഓക്ക് അല്ലേ. ജാവ ഡെവലപ്പ് ചെയ്ത കമ്പനിയാണ് സൺ മൈക്രോ സിസ്റ്റം. ദെൻ സ്റ്റാറ്റിക് വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ HTML യൂസ് ചെയ്യുന്നു. HTMLന്റെ ഫുൾ ഫോം ആണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ദെൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് ലാംഗ്വേജുകളാണ് പ്രൊലോഗ് ആൻഡ് ലിസ്പ്. ഇതിൽ പ്രൊലോഗ് ആണ് പ്രീവിയസ് എക്സാമിന് ചോദിച്ചത്. അപ്പം ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമുക്ക് കുറച്ച് ലാംഗ്വേജുകൾ അതിൻ്റെ ഡെവലപ്പേഴ്സിൻ്റെ പേരും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ലാംഗ്വേജുകൾ അതിൻ്റെ ഡെവലപ്പേഴ്സിൻ്റെ പേരും എന്ന് അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് സി അല്ലേ. സി ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. സിയുടെ ഡെവലപ്പറാണ് ഡെന്നിസ് റിച്ചി. ആരാണ്? ഡെന്നിസ് റിച്ചി. ഓക്കെ, ലാംഗ്വേജ് സി വാസ് ഡെവലപ്ഡ് ബൈ ഡെന്നിസ് റിച്ചി. ഡെന്നിസ് റിച്ചി. ദെൻ C++ ഡെവലപ്പ് ചെയ്തത് ബി സ്ട്രോസ്ട്രപ്പ്. ആരാണ്? ബി സ്ട്രോസ്ട്രപ്പ്. ഓക്കെ, അപ്പോൾ സി ഡെവലപ്പ് ചെയ്തത് ഡെന്നിസ് റിച്ചി. C++ ഡെവലപ്പ് ചെയ്തത് ബി സ്ട്രോസ്ട്രപ്പ്. ബി സ്ട്രോസ്ട്രപ്പ്. ദെൻ ജാവ. ജാവ ഡെവലപ്പ് ചെയ്ത കമ്പനി നമ്മൾ പറഞ്ഞു ജെയിംസ് ഗോസ്ലിംഗ് അല്ലെ. സോറി, സൺ മൈക്രോ സിസ്റ്റം ആണ് ജാവ ഡെവലപ്പ് ചെയ്തത്. ജാവയുടെ ഡെവലപ്പറാണ് ജെയിംസ് എ ഗോസ്ലിംഗ്. ഓക്കെ, ജാവ ഡെവലപ്പ് ചെയ്ത കമ്പനി ആയിരുന്നു സൺ മൈക്രോ സിസ്റ്റം. ജാവയുടെ ഡെവലപ്പറിന്റെ പേരാണ് ഏത്? ജെയിംസ് ഗോസ്ലിംഗ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലെ, HTML ലാംഗ്വേജ്. ഓക്കെ, HTML ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത ആരാണ്? ടിം ബെർണേഴ്സ്ലി. ആരാണ്? ടിം ബെർണേഴ്സ്ലി. HTML ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത് ടിം ബെർണേഴ്സ്ലി. ദെൻ C#. ഓക്കെ, സി ഇട്ടിട്ട് ഹാഷ് ഇട്ടാൽ നമ്മൾ C# എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. C# വിഷ്വൽ ബേസിക് .NET. ഓക്കെ, C# വിഷ്വൽ ബേസിക് .NET. ഓക്കെ, .NET ഇതെല്ലാം ഡെവലപ്പ് ചെയ്തത് മൈക്രോസോഫ്റ്റ് ആണ്. ഓക്കെ, മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളാണ് C#, വിഷ്വൽ ബേസിക്. വിഷ്വൽ ബേസിക് അറിയാലോ, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ, C#, വിഷ്വൽ ബേസിക് .NET ഇതൊക്കെ ഡെവലപ്പ് ചെയ്തത് മൈക്രോസോഫ്റ്റ് എന്ന കമ്പനിയാണ്. ലിസ്പ് അല്ലേ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ലിസ്റ്റ് പ്രോസസ്സിംഗ് എന്നാണ് ലിസ്പ് എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഫുൾ ഫോം. ലിസ്പ് ഡെവലപ്പ് ചെയ്തത് ജോൺ മെക്കാർത്തി. ഓക്കെ, ഈ ജോൺ മെക്കാർത്തി നമ്മൾ പറഞ്ഞായിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് ലാംഗ്വേജുകളാണ് പ്രൊലോഗ് ആൻഡ് ലിസ്പ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. പ്രൊലോഗ് ലിസ്പും. ഈ ലിസ്പ് ഡെവലപ്പ് ചെയ്ത വ്യക്തിയാണ് ജോൺ മെക്കാർത്തി. അത് കൂടാതെ ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നറിയപ്പെടുന്ന ആര് തന്നെയാണ്? ജോൺ മെക്കാർത്തിയാണ്. ഓക്കെ, ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നറിയപ്പെടുന്ന ആളാരാണ്? ജോൺ മെക്കാർത്തി. ഓക്കെ, ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആരാന്ന് എല്ലാവർക്കും അറിയാം. ആരായിരുന്നു? ചാൾസ് ബാബേജ് അല്ലേ. അപ്പം ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ജോൺ മെക്കാർത്തി. ഈ ജോൺ മെക്കാർത്തി തന്നെയാണ് ലിസ്പ് എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഡെവലപ്പ് ചെയ്തത്. പിന്നെ സി ഡെവലപ്പ് ചെയ്ത ഡെന്നിസ് റിച്ചി, C++ ബി സ്ട്രോസ്ട്രപ്പ്, ജാവ ജെയിംസ് ഗോസ്ലിംഗ്, HTML ടിം ബെർണേഴ്സ്ലി, C# വിഷ്വൽ ബേസിക് .NET മൈക്രോസോഫ്റ്റ്, ലിസ്പ് ജോൺ മെക്കാർത്തി. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ട്രാൻസ്ലേറ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ കണ്ടിന്യൂവേഷൻ നമ്മൾ എടുത്തിരുന്നു അല്ലേ. എന്തൊക്കെയായിരുന്നു അതിലുണ്ടായിരുന്നത്? ഇൻ്റർനെറ്റ് എന്താണെന്ന് പഠിച്ചു. പിന്നെ മെയിനായിട്ട് നമ്മൾ പ്രോട്ടോകോൾസ് പഠിച്ചു, നെറ്റ്വർക്കിംഗ് മോഡൽസ് പഠിച്ചു അല്ലേ. നെറ്റ്വർക്കിംഗ് മോഡൽസ് പഠിച്ചു. അതിനുശേഷം നമ്മൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എന്നുള്ള ടോപ്പിക്കിലേക്ക് വന്നു. അതിൽ ഹാർഡ്വെയർ ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ്. സോഫ്റ്റ്വെയർ രണ്ട് ടൈപ്പ്, സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ തന്നെ രണ്ട് കാറ്റഗറി. ഏതൊക്കെയായിരുന്നു? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറും ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് പഠിച്ചു. കുറേ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് കുറേ നമുക്ക് ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പറ്റിയിട്ട് പഠിച്ചു. അതിൻ്റെ ഫൗണ്ടേഴ്സ് പഠിച്ചു. ഓക്കെ, പിന്നെന്താ പഠിച്ചത്? നമ്മൾ റീസെൻ്റ് ആയിട്ട് എന്താ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ അല്ലേ. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഇത് ലോ ലെവൽ ഹൈ ലെവൽ ലാംഗ്വേജുകൾ, അതിന് എക്സാമ്പിൾസ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പഠിച്ചത്. പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അതുപോലെ തന്നെ
നമുക്ക് എല്ലാ ദിവസവും വൈകിട്ട് 8 മണിക്ക് നമ്മുടെ പുതിയ ടോപ്പിക്സ് ജനറൽ PSCക്ക് ആസ്പദമായിട്ടുള്ള ഓരോ ജനറൽ ടോപ്പിക്കുകളുമായിട്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ക്ലാസ്സുകൾ റെഗുലറായിട്ട് കാണുക, ഷെയർ ചെയ്യുക, കറക്റ്റായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ക്ലാസ്സുകളും റെഗുലറായിട്ട് കണ്ട് എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിലാണെങ്കിലും ചോദിക്കുക. അപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങൾ അന്നന്ന് തന്നെ കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, താങ്ക് യു.